Hi students, hello, welcome to the key discussion of the Great Indian Battle for King's 11. Okay, അപ്പോൾ നമുക്ക് ആ ഒരു GIBക്കുള്ള കീ ഡിസ്കഷൻ സുവോളജിയുടെ കീ ഡിസ്കഷനിലേക്ക് നോക്കാം. നമ്മുടെ ലിവിങ് വേൾഡ് ആൻഡ് ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററാണ്, നിങ്ങൾക്കറിയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന കാര്യവും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് നോക്കാം അല്ലേ. സെക്ഷൻ എയിലെയാണ് നമ്മൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 151 ആയിരിക്കും. നമ്മൾ ഒന്നിട്ടിട്ടുണ്ടെങ്കിൽ അത് 151ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മാച്ച് ദ കോളം 1 ആൻഡ് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻ ഗിവൺ ബിലോ എന്നാണ്. അതിൽ കോളം 1ലും കോളം 2ലും കൊടുത്തിട്ടുണ്ട്. ഫാമിലി, ഡിവിഷൻ, ഓർഡർ, ക്ലാസ് ഉണ്ട്. ഇപ്പുറത്തെ ഡൈക്കോട്ടിലെ പോളിമോണിയൽ, അനാക്കാർഡിയസി, ആൻജിയോസ്പെർമ എന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് എങ്ങനെയാണ് വരിക. നമുക്കിതിൻ്റെ ABCD എടുക്കുകയാണെങ്കിൽ, അതായത് ഫസ്റ്റ് ഫാമിലി ഏതാണ് ഇതിലെ ഫാമിലി? അനാക്കാർഡിയസിയെ ഫാമിലിയാണ് അല്ലെ. ഫാമിലി ഇപ്പോൾ പ്ലാന്റ് ഫാമിലി ആകുമ്പോൾ അത് സിയലോ, ആനിമൽ ഫാമിലി ആകുമ്പോൾ പലതും ഡേലൊക്കെ അവസാനിക്കും. അപ്പോൾ അനാക്കാർഡിയസിയെ ഫാമിലിയാണ്. ഓക്കെ, ഡിവിഷൻ എന്താണ്? അതായത് ഫൈലത്തിന് തുല്യമായ പ്ലാന്റിലുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ആൻജിയോസ്പെർമയാണ്. അപ്പോൾ ഇവിടെ B എന്ന് പറഞ്ഞാൽ 4 വരും. പിന്നെ ഓർഡർ ഏതാ? പോളിമോണിയയിലാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 2 ആയി. പിന്നെ ക്ലാസ് നമ്മൾ പഠിച്ചു. മാൻജിഫറ ഇൻഡിക്ക ആണെങ്കിൽ ഡൈക്കോട്ടിലിഡനെയാണ്. ട്രിറ്റിക്കം എയ്സ്റ്റിവം ആണെങ്കിൽ അത് മോണോകോട്ടിലിഡനെ. അപ്പോൾ എന്താണ് ക്ലാസ് എന്നുള്ളത്? ഡൈക്കോട്ടിലിഡനെ എന്ന് പറയുന്ന അത് വരും. അപ്പോൾ എന്താ വരിക? 3, 4, 2, 1 ഓപ്ഷൻ വരണം. 3, 4, 2, 1 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 ആണ് വരിക. A is equal to 3, B is equal to 4, C is equal to 2, D is equal to 1 for question number 151. അതായത് 151 question 2 is the right option. ഇനി question number 2 നോക്കാം. Find the correctly matched pair ആണ്. ഓക്കെ, എന്താണ് ഇതിൽ ഓരോന്നിലുള്ള തെറ്റുകൾ എന്നുകൂടെ കണ്ടെത്തണം. നമുക്ക് നോക്കേ. ഫസ്റ്റ് ഡോഗിൻ്റെ ഫാമിലി ഫെലിഡേ, ഇത് തന്നെ തെറ്റാണ്. ഡോഗിൻ്റെ ഫാമിലി കനിഡയാണ്. ഫെലിഡേ എന്ന് പറയുന്നത് ഫെലിസ്, അതായത് പൂച്ചയുടെ ഒക്കെ ഫാമിലിയാണ് ഫെലിഡേ എന്ന് പറയുക. അപ്പോൾ ഡോഗിൻ്റെ ഫാമിലി കനിഡയാണ്, ഫെലിഡേ അല്ല. ഓർഡർ കാർണിവോറ ശരിയാണ്. പൂച്ചയും നായും ഒക്കെ ഉൾപ്പെടുന്ന ഓർഡറാണ് കാർണിവോറ. ഇനി കാറ്റിൻ്റെ ഫാമിലി പാന്തറ അല്ല. കാറ്റിൻ്റെ ഫാമിലി ഫെലിഡേ ആണ്. കാറ്റ് ഫാമിലി ഫെലിഡേ ആണ്. ഓർഡർ കാർണിവോറ ശരിയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? ഇവിടെ കാനിഡേ എന്നാണ് വേണ്ടത്. ഇവിടെയാണ് എന്ത് വേണ്ടത്? ഫെലിഡേ എന്ന് വേണ്ടത്. ലയണിൻ്റെ ഓർഡർ കാർണിവോറ. കാരണം കാർണിവോറ ഈ കാറ്റും അതേപോലെ ലയണൊക്കെ ഒരേ ഫാമിലിയാണ്, ഫെലിഡേ. അപ്പോൾ അവരുടെ തൊട്ടുമുള്ള ഓർഡർ കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഫെലിഡേ എന്ന് പറയുന്നതും കാനിഡേ എന്ന് പറയുന്നതും എല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് ഓർഡർ കാർണിവോറ. അപ്പോൾ ലയണിൻ്റെ ഓർഡർ കാർണിവോറയാണ്. ക്ലാസ് മമേലിയ അല്ലേ? ക്ലാസ് മാമൽസ് ആണ്. അപ്പോൾ അതും ശരിയാണ്. രണ്ടും ശരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 3 ആണോ നോക്കാം. അടുത്തത് 4 കൂടെ നോക്കാം. ഹൗസ് ഫ്ലൈ ഓർഡർ ഇൻസെക്റ്റ് ആണോ? ഓർഡർ ഇൻസെക്റ്റ് അല്ല. അതായത് ഈ ഓർഡർ ഇൻസെക്റ്റ് തെറ്റാണ്. അത് ക്ലാസ് ആണ്, ഇൻസെക്റ്റാ. ഫൈലം ആർത്രോപോഡ ശരിയാണ്. ഇപ്പം എല്ലാത്തിലും ഓരോന്ന് തെറ്റുണ്ട്. പക്ഷെ രണ്ടും ശരിയുള്ളത് ഏതാണ് വരുന്നത്? 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നല്ലേ ചോദിച്ചത്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 2, 3 is the right option. ഓക്കെ, രണ്ടാമത്തെ 152 എന്ന് പറയുന്ന ക്വസ്റ്റ്യന് ഓപ്ഷൻ 3 ആണ് വരുന്നത് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 3 നോക്കാം. അതായത് 153. റിഗാർഡിംഗ് ദ ടാക്സോണമിക്കൽ സ്റ്റാറ്റസ് ഓഫ് മാൻജിഫെറ ഇൻഡിക്ക. മാൻജിഫെറ ഇൻഡിക്ക മാംഗോനെ ബേസ് ചെയ്തിട്ടാണ്. ഐഡന്റിഫൈ ദ ഡിവിഷൻ ആൻഡ് ഓർഡർ. തിരിച്ചിട്ടാണ് തന്നത് കേട്ടോ. ഡിവിഷനാണ്, അതായത് ഫൈലത്തിന് പകരമുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം. ഡിവിഷനും തന്നിട്ടുണ്ട്, ഓർഡറും ഉണ്ട്. അപ്പോൾ ഡിവിഷൻ ആണോ മോണോകോട്ടിലിഡനെ എന്ന് പറയുന്നത്? അത് ഡിവിഷൻ അല്ല. പിന്നെ ഓർഡർ അനാക്കാർഡിയസിയെ ഓർഡർ ആവില്ല, ഫാമിലി ആയിരിക്കും. ഓക്കെ, ഡിവിഷൻ ആൻജിയോസ്പെർമെ അത് ശരിയാണ്. ഓർഡർ സാപ്പിൻഡെയിൽ അതും ശരിയാണ്. ഡിവിഷൻ ഡൈക്കോട്ടിലിഡനെ അല്ല. ഓർഡർ അനാക്കാർഡിയസിയെ അല്ല.
പിന്നെ ഡിവിഷൻ ആൻജിയോസ്പെർമി ആണ്, പക്ഷേ ഓർഡർ പോളിമോണിയയിൽ അല്ല. ഇത് മാൻജിഫറ ഇൻഡിക്കയാണ്. അത് എന്തിൽ വരും? സാപ്പിൻറ്റെയിൽ എന്ന ഓർഡറിൽ വരും. അത് നമ്മൾ പഠിച്ചാണ്, ടേബിൾ 1.1 പഠിച്ചതാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 3, 2 ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഡിവിഷൻ ആൻജിയോസ്പെർമി ആണ്, ഓർഡർ സാപ്പിൻറ്റെയിൽ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3ക്ക് 2 ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 എടുക്കാം. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയറാണ് ചോദിച്ചത് കേട്ടോ, തെറ്റായത്. ഓക്കെ, സൊലാനം പെറ്റൂണിയ ഡെറ്റൂറ ദേ ബിലോങ് ടു ദ ഫാമിലി സൊളനേസിയെ. അത് ശരിയാണ്. സൊളനേസിയ ഫാമിലിയാണ് ഇവർ വരുന്നത്. സൊലാനവും പെറ്റൂണിയയും ഡെറ്റൂറയും വരുന്നത്. പാന്തറ ആൻഡ് ഫെലിസ്, പാന്തറ എന്ന് പറയുന്നത് ടൈഗർ ഓർ ലയൺ അങ്ങനെയുള്ള ഇതാണ്, അവരാണ്, ആ ഒരു വിഭാഗമാണ്. ഫെലിസ് എന്ന പൂച്ചയുടെയാണ്. ഫാമിലി ഫെലിഡയാണ്. രണ്ടുപേരുടെയും ഫാമിലി ഫെലിഡയാണ്. ഫെലിഡയും അതായത് കാറ്റ് ഫാമിലിയും കനിഡെ ഡോഗ് ഫാമിലിയും ഒക്കെ കൂടെ ഓർഡർ കാർണിവോറയാണ്. അതും ശരിയാണ്. എയ്പ്സ് മങ്കീസ് ആൻഡ് ഹ്യൂമൻ പ്രൈമേറ്റയാണ്. എയ്പ്സ് മങ്കീസ് ആൻഡ് ഹ്യൂമൻ പ്രൈമേറ്റയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ എവിടെയും തെറ്റില്ലല്ലോ, പക്ഷേ തെറ്റുണ്ട്. അത് ക്ലാസ് അല്ല പ്രൈമേറ്റ, ഓർഡറാണ് പ്രൈമേറ്റ. ക്ലാസ് മമേലിയയാണ് വരിക. അപ്പോൾ ഓർഡറാണ് പ്രൈമേറ്റ എന്ന് പറയുന്നത്. പ്രൈമേറ്റ എന്ന് പറയുന്നത് ക്ലാസ് അല്ല, ഓർഡറാണ്. അപ്പോൾ മിസ്മാച്ച്ഡ് പെയർ 4 ആണ്. അപ്പോൾ വളരെ ഡീപ്പായിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഉത്തരം കിട്ടുള്ളൂ. ഒറ്റയടിക്ക് നോക്കുമ്പോൾ അത് പ്രൈമേറ്റയാണല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറയാം 154 എന്ന നമ്പറിൽ 4th ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5, അതായത് 155 എടുക്കാം നമുക്ക്. ഐഡന്റിഫൈ ദ റോങ്ലി മാച്ച്ഡ് പെയർ റിഗാർഡിങ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വേരിയസ് ഓർഗാനിസം. നമ്മളോട് റോങ്ലി മാച്ച്ഡ് ആണ് പറയുന്നത്. ബഡ്ഡിങ്, ഈസ്റ്റും ഹൈഡ്രയും ബഡ്സ് ഉപയോഗിക്കുന്നു. ശരിയാ, ബഡ്ഡിങ് ആണ്. പ്രോട്ടോണീം ഓഫ് ദ മോസ് ഫ്രാഗ്മെന്റേഷൻ ആണ് നമ്മൾ പഠിച്ചു അല്ലെ. ഫിലമെന്റസ് ആൽഗെ, പ്രോട്ടോണീം ഓഫ് ദ മോസ് എന്നൊക്കെ പറയുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. പ്ലനേറിയ ബഡ്ഡിങ് അല്ല. പ്ലനേറിയ എന്താ? ഫ്രാഗ്മെന്റേഷൻ വഴി, ഹൈ ഡിഗ്രി ഓഫ് റീജനറേഷൻ, അത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്, ബഡ്ഡിങ് വഴിയല്ല. ഫംഗസ് അസെക്ഷൽ സ്പോർ വഴി ഉണ്ട്. അപ്പോൾ ഇതിൽ റോങ്ലി മാച്ച്ഡ് എന്ന് പറയുന്നത് 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 155, 3 ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, 6th നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ ഓർഗാനിസം വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റി. എന്താ പറയുക? ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽ വിത്ത് ഫണ്ടമെന്റൽ സിമിലാരിറ്റിയെ നമ്മൾ എന്ത് പറയും? സ്പീഷീസ് എന്ന് പറയും അല്ലേ. ഫണ്ടമെന്റൽ സിമിലാരിറ്റി ദ ബേസിക് യൂണിറ്റ് സ്പീഷീസ് ആണ്. അതുപോലത്തെ കുറേ ഗ്രൂപ്പേഴ്സ്, ഒരുപാട് സ്പീഷീസ് വരുമ്പോഴാണ് ജീനസ് ആവുന്നത്. റിലേറ്റഡ് ജീനസ് വരുമ്പോഴാണ് ഫാമിലി ആവുന്നത്. റിലേറ്റഡ് ഫാമിലി വരുമ്പോഴാണ് ഓർഡർ ആവുന്നത്. റിലേറ്റഡ് ഓർഡർ വരുമ്പോഴാണ് ക്ലാസ്, പിന്നെ ഫൈലം അഥവാ ഡിവിഷൻ, പിന്നെ കിങ്ഡം ആവുന്നത്. അങ്ങനെ വരുമ്പം ബേസിക് ഓർ ഫണ്ടമെന്റൽ സിമിലാരിറ്റി വരുന്നത് ആരിലാണ്? സ്പീഷീസ് എന്ന ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷനിലാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 6, 1 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7 എടുക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് എന്നാണ് ചോദ്യം. കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. നോക്കാം. ഹ്യൂമൻ പ്രൈമേറ്റ, ഹ്യൂമൻ്റെ പ്രൈമേറ്റ ഉണ്ട്, പക്ഷെ അത് ക്ലാസ് അല്ല, ഈസ് എൻ ഓർഡർ അല്ലെ. ഓർഡർ പ്രൈമേറ്റ എന്നാണ് പറയുക, ക്ലാസ് അല്ല ഇത്. ഹൗസ് ഫ്ലൈ മ്യൂസിഡേ, മ്യൂസിഡേ എന്ന് പറയുന്നത് ഒരു ജീനസ് അല്ല. മ്യൂസിഡേ എന്ന് പറയുന്നത് ഫാമിലിയാണ്. അത് നമ്മൾ എന്താ പറയുക? മസ്ക ഡൊമസ്റ്റിക്കയിലെ മസ്കയാണ് അതിൻ്റെ ജീനസ് എന്ന് പറയുന്നത്. ഫാമിലിയാണ് മ്യൂസിഡേ. പൊട്ടറ്റോയിൽ ട്യൂബറോസം അല്ലേ, അപ്പം അത് സ്പീഷീസ് ആണ്. ശരിയാണ്. സൊളാനം ട്യൂബറോസം, സൊളാനം ഈസ് ദ ജീനസ് നെയിം ആൻഡ് ട്യൂബറോസം ഈസ് ദ സ്പീഷീസ് നെയിം. പൈല ബിലോങ് ടു മൊളസ്ക. ശരിയാണ്. മൊളസ്ക എന്ന് പറയുന്നത് ഒരു ക്ലാസ് അല്ല, അത് ഫൈലമാണ്. ഫൈലം മൊളസ്കയാണ്. ഇതിലൊക്കെ തെറ്റുണ്ട്. കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത് 3 മാത്രമാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 157, 3 ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 158 എടുത്താൽ നമുക്ക്. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, വലുതാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ശരിയായത്. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ഗ്രീക്ക് ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. അത് ഗ്രീക്ക് അല്ല, ലാറ്റിൻ ആണ്. ബയോളജിക്കൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ എന്നാണ്, ലാറ്റിൻ ഒറിജിൻ ആണ്. അതുകൊണ്ട് അത് തെറ്റാണ്. ഫാമിലി കംപ്രൈസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ് ആണോ? അത് ഫാമിലി കംപ്രൈസ് റിലേറ്റഡ് സ്പീഷീസ് അല്ല. അതായത് ആ ഫാമിലി അല്ല ഇവിടെ വേണ്ടത്, ജീനസ് ആണ്. ഒരുപോലെ സിമിലാരിറ്റി ഉള്ള സ്പീഷീസ് വരുമ്പോൾ അതിന് ജീനസ് എന്ന് പറയാം. സിമിലർ ജീനസ് വരുമ്പോഴേ ഫാമിലി വരുള്ളൂ. അപ്പോൾ അത് തെറ്റ്.
ട്രിറ്റിക്കം ഏസ്റ്റിവം ബിലോങ് ടു ഓർഡർ സാപ്പിൻറ്റെയിൽ. അതായത് ട്രിറ്റിക്കം ഏസ്റ്റിവം എന്ന് പറയുന്നത് വീറ്റാണ് അല്ലേ, അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് സാപ്പിൻറ്റെയിൽ അല്ല, പൊയേൽസ് ആണ് ഓർഡർ. അപ്പൊ അതും തെറ്റി. ഫാമിലി ലൈക്ക് കൺവോൾവിയേസിയെ ആൻഡ് സൊളനേസിയെ are included in the order Polemoniale, mainly based on floral characters. നമ്മൾ കൃത്യമായിട്ട് NCERT ടെസ്റ്റിൽ കൊടുത്തൊരു പോയിന്റ് ആണത്. അപ്പോൾ ഈ ഒരു സെലക്ട് കറക്റ്റ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 158 4 is the right option. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 159 or 9 എടുക്കാം. ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ സ്പീഷീസ് എന്ന വാക്ക് ജോൺ ഡ്രേ ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ ആ ഒരു ബയോളജിക്കൽ സ്പീഷീസ് കോൺസെപ്റ്റ് ഓഫ് ബയോളജിക്കൽ സ്പീഷീസ് ഓർ ബയോളജിക്കൽ കോൺസെപ്റ്റ് ഓഫ് സ്പീഷീസ്, അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അത് ഡാർവിൻ ഓഫ് ദ 20th century എന്ന് പറയുന്നത് ഏൺസ്റ്റ് മെയർ ആണ്. ഏൺസ്റ്റ് മെയറിനെയാണ് നമ്മൾ ഡാർവിൻ ഓഫ് ദ 20th century എന്ന് പറയാം. ഓക്കെ, എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന ആളല്ല ബയോഡൈവേഴ്സിറ്റി ഫാദർ, അദ്ദേഹമാണ് ഫാദർ ഓഫ് ദ 21st ഡാർവിൻ ഓഫ് 21st century എന്ന് പറയുന്നത്. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഇതിൽ എന്താണ് ഡാർവിൻ ഓഫ് ദ 20th century ഏൺസ്റ്റ് മെയർ ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 159 3 is the right option. ക്വസ്റ്റ്യൻ നമ്പർ 160 or 10 നോക്കാം. ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ ലിങ്ക്ഡ് ടു വൺ അനദർ ബിക്കോസ്, എല്ലാ ജീവികളും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു. എന്തുവാ? ദേ ഹാവ് എൻ ഐഡന്റിക്കൽ ജെനറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ടല്ല, ദേ ഷെയർ എ കോമൺ ജെനറ്റിക് മെറ്റീരിയൽ ബട്ട് ഓഫ് വേരിയിങ് ഡിഗ്രി. അല്ലേ, എല്ലാവർക്കും ഒരു കോമൺ ജെനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, പക്ഷെ അവർക്ക് ഡിഗ്രി അതിലെ അളവിൽ വ്യത്യാസമുണ്ട്. ദേ ഹാവ് ഓൾ കോമൺ സെല്ലുലാർ ഓർഗനൈസേഷൻ, മെറ്റബോളിസം, കോൺഷ്യസ്നസ് ഒന്നും അല്ല. അത് ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 160, അതായത് ദേ ഷെയർ എ കോമൺ ജെനറ്റിക് മെറ്റീരിയൽ ബട്ട് ഓഫ് വേരിയിങ് ഡിഗ്രി. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 162 is the right option. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11 എന്താ? ഫൈൻഡ് ദ ഇൻകറക്റ്റ് കോമ്പിനേഷൻ ആണ്. തെറ്റായ കോമ്പിനേഷൻ ഏതാണ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാമല്ലോ. ടീനോഫോറ, കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. കോംബ് പ്ലേറ്റ്സ് ഇസ് ഫോർ ലോക്കോമോഷൻ, അതുകൊണ്ടുള്ള ടീൻ, കോംബ് പ്ലേറ്റ് എന്ന വാക്കാണ് ടീൻ, അതാണ് ടീനോഫോറ. സെക്ഷൽ റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ദെൻ ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അവർക്കുണ്ട്, അത് ശരിയാണ്. ആഷിയൽമിന്തസ്, മസ്കുലാർ ഫാരിങ്സ്, സെക്ഷൽ ഡൈമോർഫിസം ഉണ്ട്, മെയിലും ഫീമെയിലും തിരിച്ചറിയാൻ പറ്റും എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിൽ, സ്യൂഡോസീലോവുമാണ്. ആ 3 ക്യാരക്ടേഴ്സും ശരിയാണ്. ഇതൊക്കെ ശരിയാണ്. ആർത്രോപോഡ ജോയിന്റഡ് അപ്പൻഡേജസ് ശരിയാണ്. കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ ശരിയാണ്, പക്ഷെ അവർക്ക് ക്ലോസ്ഡ് സർക്കുലേഷൻ അല്ല, ഓപ്പൺ സർക്കുലേഷൻ ആണ്. അപ്പോൾ ഇവിടെ തെറ്റിപ്പോയി. അപ്പോൾ 3 ആയിരിക്കാൻ വരിക. നമുക്ക് 4 കൂടെ നോക്കാം. പ്ലാറ്റിഹെൽമിന്തസ് എസിലോമേറ്റ് ആണ്, ഫ്ലെയിം സെൽസ് ആണ് ഫ്ലെയിം സെൽസ് ആണ് എക്സ്ക്രീറ്ററി ഓർഗാൻ, ആൻഡ് സെവറൽ ലാർവൽ ഫോമിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അതൊക്കെ ശരിയാണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു തെറ്റുള്ളത് ഏത് മാത്രമാണ്? 3 എന്ന ഓപ്ഷൻ മാത്രമാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ 11 3 is the right option. ഓക്കെ, അപ്പോൾ നമുക്കിനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് അല്ലേ. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അഡാംസിയ ആൻഡ് ഒറിലിയ ആർ റേഡിയലി സിമെട്രിക്കൽ. അഡാംസിയ സി ആനിമോൺ ആണ്, ഒറിലിയ ജെല്ലി ഫിഷ് ആണ്. രണ്ടും റേഡിയലി സിമെട്രിക്കൽ ആണ് ബിക്കോസ് ദേ ആർ ദ നിഡേറിയൻസ് അല്ലേ. അഡാംസിയ രണ്ടും എന്താണ്? നിഡേറിയാണ്, അതുകൊണ്ട് തന്നെ റേഡിയൽ സിമെട്രിക്കൽ ആണ്. അത് ശരിയാണ്. ഇനി രണ്ടാമത്തത്, നിഡേറിയൻ ഷോ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ. നിഡേറിയൻസ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ആണോ? അല്ല. അതായത് പോരിഫറ മാത്രമാണ് സെൽ അഗ്രിഗേറ്റ്, നിഡേറിയ അല്ല. എന്താണ്? സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ ഇസ് പൊസസ്ഡ് ബൈ പോരിഫറ ഓൺലി. നിഡേറിയ, ടീനോഫോറ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. അതുപോലെ സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഉള്ളത് കൊണ്ടാണ്. സെല്ലുകൾ ഇങ്ങനെ വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ദേ ഡു നോട്ട് ചേഞ്ചസ് ഇൻ ടു ടിഷ്യൂ, അതാണ് സെൽ അഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റാണ്. സ്റ്റാറ്റോസിസ്റ്റ് ഇസ് ദ ബാലൻസിങ് ഓർഗാൻ ഓഫ് ആർത്രോപോഡ. സ്റ്റാറ്റോസിസ്റ്റ് ബാലൻസിങ് ഓർഗാൻ ആണ് ആർത്രോപോഡയിൽ കാണുന്നത്, നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഓസ്റ്റിയ ആർ ഇൻഹെലന്റ് പോർസ്. ഓസ്റ്റിയ വഴിയാണ് വെള്ളം ഉള്ളിലോട്ട് കയറുന്നത്, അതുകൊണ്ടാണ് ഇൻഹെലന്റ് എന്ന് പറയുന്നത്. ഓസ്കുലം വഴിയാണ് പുറത്തേക്ക് പോകുന്നത്, അത് എക്സലന്റ് ആണ്. ഇൻഹെലന്റ് പോറാണ് ഓസ്റ്റിയ,
ഉള്ളിലേക്ക് വെള്ളം കടന്നു വരുന്നു, അതാണ് ഇൻഹെലന്റ്. അത് ശരിയാണ്. സർഫേസ് ഓഫ് പോരിഫറ ശരിയാണ്. അപ്പോൾ ഇൻകറക്റ്റ് എന്ന് പറയുന്നത് 2 ആണ്. അവിടെ പോരിഫറയ്ക്കാണ് സെൽ അഗ്രിഗേറ്റ് ബോഡി പ്ലാൻ വേണ്ടത്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 162, 12 എന്ന് പറയുന്നത് 162 ആണ്. അതിന് 2 is a right option. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 നമുക്ക് നോക്കാം. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയർ. അഗൈൻ മിസ്മാച്ച്ഡ് ആണ് ചോദിച്ചത് അല്ലേ. എന്താണ്? കൊയനോസൈറ്റ്സ് ആൻഡ് കനാൽ സിസ്റ്റം, അത് സ്പോഞ്ചസിലാണ്. കൊയനോസൈറ്റും കനാൽ സിസ്റ്റവും സ്പോഞ്ചസിലാണ്. കൊയനോസൈറ്റ്സ് കോളർ സെൽ. ഫ്ലെയിം സെൽ ആൻഡ് സ്യൂഡോസീലോം, പ്ലാറ്റിഹെൽമിന്തസ്. ഫ്ലെയിം സെൽ ശരിയാണ്, പക്ഷേ സ്യൂഡോസീലോം എന്ന് പറയുന്നത് പ്ലാറ്റിഹെൽമിന്തസിൽ വരില്ല. പ്ലാറ്റിഹെൽമിന്തസിൽ എസീലോമേറ്റ് ആണ് പ്ലാറ്റിഹെൽമിന്തസ്, സ്യൂഡോസീലോമേറ്റ് അല്ല. അപ്പോൾ അത് തെറ്റാണ്. ദെൻ നിഡോബ്ലാസ്റ്റ് ആൻഡ് സിലിൻഡ്രേറ്റ. നിഡോബ്ലാസ്റ്റ് എന്ന ആ ഒരു നെമാറ്റോസിസ്റ്റ് ഉൾക്കൊള്ളുന്ന പോയിസണസ് സ്ട്രക്ചർ അതുണ്ട് അല്ലേ. പിന്നെ അതേപോലെ തന്നെ സീലിൻഡ്രോൺ എന്ന ഗാസ്ട്രോ വാസ്കുലാർ കാവിറ്റി ഉണ്ട്. രണ്ടുമുള്ളത് സീലിൻഡ്രേറ്റ ശരിയാണ്. എൻഡോസ്കെൽട്ടൻ ആൻഡ് വാട്ടർവാസ്കുലാർ സിസ്റ്റം, എൻഡോസ്കെൽട്ടൻ ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾ. അതേപോലെ തന്നെ വാട്ടർവാസ്കുലാർ സിസ്റ്റം ഈസ് എ ക്യാരക്ടർ ഓഫ് എക്കിനോഡെർമേറ്റ. എല്ലാം ശരിയാണ്, പക്ഷെ ഇതിനകത്ത് സെക്കൻഡിൽ മാത്രം ചെറിയൊരു തെറ്റുണ്ട്. പ്ലാറ്റിഹെൽമിന്തസ് എസീലോമേറ്റ് ആണ്, സ്യൂഡോസീലോമേറ്റ് അല്ല. അത് ആഷ്ഹെൽമിന്തസ് ആണ് വേണ്ടത്. അതുകൊണ്ട് മിസ്മാച്ച്ഡ് ഇതിൽ 2 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 13, 163 എന്ന് പറയുന്നതിൽ 2 is the right option. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കാം. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയർ. അഗൈൻ മിസ്മാച്ച്ഡ് പെയർ ആണ് പറയുന്നത്. റേഡിയൽ സിമെട്രി is possessed by Coelenterata ctenophora. പ്യുവർലി റേഡിയൽ സിമെട്രി കാണുന്ന ഇവരാണ്. എക്കിനോഡെർമേറ്റിൽ അഡൾട്ട് മാത്രമേ റേഡിയൽ സിമെട്രി ഉള്ളൂ. ദെൻ ബൈലാറ്ററൽ സിമെട്രി മൊളസ്ക ആൻഡ് ഹെമികോർഡേറ്റ. ബൈലാറ്ററൽ പ്ലാറ്റിഹെൽമിന്തസ് മുതൽ അങ്ങോട്ട് എല്ലാവരും കോർഡേറ്റ വരെ എക്സെപ്റ്റ് അഡൽട്ട് എക്കിനോഡെർമേറ്റ, ബാക്കി എല്ലാവരും എന്താണ്? ബൈലാറ്ററൽ സിമെട്രിയാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് സീലിൻഡ്രേറ്റ ടീനോഫോറ ശരിയല്ലേ. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ സർക്കുലേഷൻ ഹെമികോർഡേറ്റ ശരിയാണ്, പക്ഷേ കോർഡേറ്റയ്ക്ക് ക്ലോസ്ഡ് ആണ് അല്ലേ. ക്ലോസ്ഡ് സർക്കുലേഷൻ ആണ് കോർഡേറ്റയ്ക്ക്. അതുകൊണ്ട് തന്നെ എന്താ വരിക? ഇതിനകത്ത് മിസ്മാച്ച്ഡ് 4 ആണ്. ഇവിടെ ക്ലോസ്ഡ് സർക്കുലേഷൻ എന്നാണ് അല്ലേ. ഇവിടെ ഇത് തെറ്റാണ്. കോർഡേറ്റ നമുക്ക് എന്ത് വരണം? ക്ലോസ്ഡ് സർക്കുലേഷൻ വരണം. ഇവിടെ ഓപ്പൺ ആണ് ഉള്ളത്. ഓക്കെ, ഫോർ മിസ്മാച്ച്ഡ് പെയർ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 164, ദാറ്റ് ഈസ് 4. ഓക്കെ, 15th question, 165. In which of the following chordate pharyngeal glit slits are not persistent throughout life? നമുക്കറിയാം എവല്യൂഷണറി നമ്മൾ കോർഡേറ്റിൽ പറയുന്നുണ്ട് ഫരീഞ്ചിയൽ ഗ്ലിറ്റ് സ്ലിറ്റ് പ്രസന്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ജീവികളുടെ എല്ലാ കോർഡേറ്റിലും ഈ ഫരീഞ്ചിയൽ ഗ്ലിറ്റ് സ്ലിറ്റ് കാണപ്പെടുന്നില്ല. അവർ എംബ്രിയോണി സ്റ്റേജിൽ ഉണ്ടാവുമെന്ന് പല സയന്റിസ്റ്റും പറഞ്ഞിട്ടുണ്ട് എവല്യൂഷണറി. പക്ഷേ നോർമലായിട്ട് നമ്മൾ അഡൽട്ടിൽ അത് കാണുന്നത് ഫിഷിൽ മാത്രമാണ്. അപ്പോൾ കോൺട്രിത്തൈസ് ആയാലും ഓസ്റ്റിത്തൈസ് ആയാലും രണ്ടും കാർട്ടിലേജിനസ് ആൻഡ് ബോണി ഫിഷ് വരുമ്പോൾ അതിൽ മാത്രമാണ് ഇത് ത്രൂ ഔട്ട് കാണുന്നത്. അപ്പോൾ ട്രൈഗണും ടോർപിഡോയിലും കാണും. അത് എന്താണ്? ഈ ട്രൈഗോൺ ടോർപിഡോ എന്ന് പറയുന്നത് കോൺട്രിത്തൈസ് ആണ്, കാർട്ടിലേജസ് വേ. എക്സോസീറ്റസിലും ഹിപ്പോക്യാമ്പസിലും കാണും. ഇത് ബോണി ഫിഷസ് ആണ്. പ്രിസ്റ്റിസിലും കർക്കറഡോണിലും കാണും. ഇതും കോൺട്രിത്തൈസ് ആണ്. ഇവരിലൊക്കെ കാണും. ഇതൊക്കെ ഫിഷസ് ആണ്. അതേ സമയത്ത് ഡെൽഫിനസ് ആൻഡ് ബെലിനോട്ടിറയിൽ കാണുമോ? ഇത് രണ്ടും ആരാണ്? ഡെൽഫിനസ് ഡോൾഫിൻ ആണ്, ബെലിനോട്ടിറ ബ്ലൂ വെയിലാണ്. അവരിൽ അത് കാണില്ല, കാരണം അവർ മാമൽസ് ആണ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ നമ്പർ 15, 165 എന്ന് പറയുന്ന ക്വസ്റ്റ്യനിലെ 4 is the right option. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16 എടുക്കാം അല്ലെ. 16th ക്വസ്റ്റ്യൻ എന്താ വരുന്നത് നോക്കൂ. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അഗൈൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പെട്രോമൈസോൺ ആൻഡ് മൈക്സിൻ ഹാസ് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ. നമ്മൾ പഠിച്ചു പെട്രോമൈസോണും മൈക്സിനും എന്തിലാണ് വരിക? ദേ ബിലോങ് ടു സൈക്ലോസ്റ്റൊമാറ്റ. അവർക്ക് കാർട്ടിലേജിനസ് എൻഡോസ്കെൽട്ടൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇൻ കോൺട്രിത്തൈസ് നോട്ടോകോഡ് പെർസിസ്റ്റഡ് ത്രൂ ഔട്ട് ദ ലൈഫ്. കോൺട്രിത്തൈസിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. നിങ്ങൾ പഠിച്ചതാണ് അത്. അടുത്തത് ഇൻ സ്കോളിയോഡോൺ. സ്കോളിയോഡോൺ എന്ന് പറഞ്ഞാൽ കാർട്ടിലേജിനസ് ഫിഷ് ആണ്, ഇന്ത്യൻ ഷാർക്ക്. അതിനകത്ത് ഇറ്റ് ഈസ് സ്കിൻ ഈസ് ടഫ് ആൻഡ് കവേർഡ് വിത്ത് പ്ലക്കോയിഡ് സ്കെയിൽ. ശരിയല്ലേ?
അതായത് കോൺട്രിത്തൈസിൽ പ്ലക്കോയിഡ്, മൈന്യൂട്ട് പ്ലക്കോയിഡ് സ്കെയിൽസ് ആണ്. ഇൻ ഹിപ്പോകാമ്പസ് ആൻഡ് എക്സോസീറ്റസ് ദേ ആർ ദ ബോണി ഫിഷസ് അല്ലേ. അതായത് ഓസ്റ്റിത്തൈസ് എന്ന് പറയുന്ന ബോണി ഫിഷസ് ആയ ഹിപ്പോകാമ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹിപ്പോകാമ്പസ് ദ സീ ഹോഴ്സ് ആൻഡ് എക്സോസീറ്റസ് ഫ്ലൈയിങ് ഫിഷ്. ഈ രണ്ടെണ്ണത്തിലും എന്താ ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഓസ്റ്റിത്തൈസിലുള്ളത്. അപ്പോൾ ഇന്റേണലിന് പകരം എന്ത് വേണം, എക്സ്റ്റേണൽ എന്നാണ്. അപ്പോൾ അത് തെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇൻകറക്റ്റ് വൺ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 166 എന്ന് പറയുന്ന അത് 4th ഓപ്ഷൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 എടുക്കാം നമുക്ക്. ഇൻ കോർഡേറ്റ് ദ നോട്ടോകോഡീസ്. കോർഡേറ്റിൽ നോട്ടോകോഡ് എവിടെയാണ്? കോർഡേറ്റിൽ നോട്ടോകോഡ് മീസോഡെർമലാണ്. അതുകൊണ്ട് അത് 3ഉം ശരിയാണ്. മീസോഡെർമലാണ്. എബവ് ദ നെവ് ആണോ? അതായത് നിങ്ങൾ കോർഡേറ്റ് ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്. ആ കോർഡേറ്റ് ഡയഗ്രാം എടുക്കുന്ന സമയത്ത് ആ കോർഡേറ്റിന്റെ ഡയഗ്രത്തിന്റെ ഏറ്റവും ടോപ്പിൽ കാണുന്നത് നെർവ് കോഡാണ്. അതിൻ്റെ താഴെയാണ് നോട്ടോകോഡ്, അതിൻ്റെയും താഴെയാണ് അലിമെന്ററി കനാല്. കാരണം അലിമെന്ററി കനാലിന് മുകളിലാണ് നോട്ടോകോഡും നെർവ് കോഡും ഉള്ളത്. അതുകൊണ്ടാണ് രണ്ടും ഡോർസൽ എന്ന് പറയുന്നത്. പക്ഷെ ഏറ്റവും ടോപ്പിലിരിക്കുന്നത് നെർവ് കോഡാണ്. അപ്പൊ നെർവ് കോഡിന് നമ്മൾ കൃത്യമായി NCERT പറയുന്നുണ്ട്, അലിമെന്ററി കനാലിനും നെർവ് കോഡിനും ഇടയ്ക്കാണ് നോട്ടോകോഡിന്റെ പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മീസോഡ് എബവ് ദ നെർവ് കോഡ് തെറ്റാണ്. നെർവ് കോഡിന് താഴെയാണ്. ബിലോ ദ അലിമെന്ററി കനാലും അല്ല, ബിറ്റ്വീൻ അലിമെന്ററി കനാൽ ആൻഡ് നെർവ് കോഡാണ്. അപ്പോൾ ബിലോ ദ നെർവ് കോഡ് എന്നുള്ള ഉത്തരവാണ്. നെർവ് കോഡിന് താഴെ പക്ഷെ അലിമെന്ററി കനാലിന് മുകളിൽ. അപ്പൊ മീസോഡെർമൽ ഒറിജിനുമാണ്. എവിടെ അതിന്റെ പൊസിഷൻ? നെർവ് കോഡിന് താഴെ അലിമെന്ററി കനാലിന് മുകളിലായിട്ടാണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 167 അല്ലേ, അതായത് 17ാമത്തെ നമ്മൾ 167 ക്വസ്റ്റ്യനിൽ 3 is the right option. എൻഡോഡെർമൽ അല്ല എന്നുള്ളത് നമുക്ക് പറയാം, പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 17 3 is the right option. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ 18th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ് ടു എയ്വ്സ്? ഇതിൽ ഏതൊക്കെയാണ് ക്ലാസ് എയ്വ്സ് ബേർഡ്സ് ഉള്ളത്? നിയോഫ്രോൺ ബേർഡാണ്. ടെറോഫിലം ഒരു ഫിഷാണ്. പാവോ ബേർഡാണ്. 2 ഉള്ളൂ. അടുത്തത് ടെറോപ്പസ് വരില്ല, അത് ഫ്ലൈയിങ് ഫോക്സ്, ബാറ്റാണ്, മാമലാണ്. ദെൻ സിറ്റാക്കുല വരും, ടെറോഫിലം വരില്ല. ടെറോഫിലം എന്താണ്? ഏഞ്ചൽ ഫിഷാണ്. ദെൻ ആപ്റ്റിനോഡൈസ് പെൻഗ്വിൻ വരും. നിയോഫ്രോൺ വൾച്ചർ കഴുകൻ വരും. ശ്രുതിയോ ഓസ്ട്രിച്ച് ഒട്ടകപ്പക്ഷി വരും. അത് 3ഉം വരും. ഓക്കെ, നമുക്ക് നോക്കാം. പേവോ വരും, സിറ്റാക്കുല വരും, ടെറോഫിലം വരില്ല. അപ്പോൾ 3ഉം ശരിയായത് ഓപ്ഷൻ 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 168 എന്ന് പറയുന്നതിൽ 3rd ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 എടുക്കാം. വുജേറിയ ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ. വുജേറിയ ആരുടെ റെപ്രസെന്റേഷൻ ആണ്? വുജേറിയ ഈസ് എ ആഷിഹെൽമിന്തസ്. ഇപ്പൊ ആഷിഹെൽമിന്തസിന്റെ പ്രത്യേകത എന്താ? ആബ്സെൻസ് ഓഫ് ട്രൂ സീലോം ശരിയാണ്. ട്രൂ സീലോം ഇല്ല, കാരണം സ്യൂഡോസീലോമാണ്. ആൻഡ് പ്രസൻസ് ഓഫ് മെറ്റാമെറിസം ഇല്ല, അവർക്ക് അൺസെഗ്മെന്റഡ് ബോഡിയാണ്. അൺസെഗ്മെന്റഡ് ബോഡി സ്യൂഡോസീലോമേറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറയുന്ന പ്രസൻസ് ഓഫ് നെയ്തർ ട്രൂ സീലോം നോർ മെറ്റാമെറിസം, ഇത് ശരിയല്ലേ? ഇവിടെ എയ്തർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ട്രൂ സീലോവും ഇല്ല മെറ്റാമെറിസവും ഇല്ല എന്നാണ്, നെയ്തർ നോർ എന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. പ്രസൻസ് ഓഫ് ട്രൂ സീലോം തെറ്റാണ്, ആൻഡ് മെറ്റാമെറിസം രണ്ടും തെറ്റാണ്. പ്രസൻസ് ഓഫ് ട്രൂ സീലോം അത് തെറ്റാണ്, ആബ്സെൻസ് ഓഫ് മെറ്റാമെറിസം ശരിയാണ്. എങ്ങനെ നോക്കിയാൽ രണ്ടും ശരിയുള്ളത്. മെറ്റാമെറിസവും ഇല്ല, സെഗ്മെന്റേഷനും ഇല്ല, അതുപോലെ ട്രൂ സീലോം അല്ല സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ഈ ഒരു 169 എന്ന ക്വസ്റ്റ്യനിൽ 2nd ഓപ്ഷൻ ഇസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 20th ക്വസ്റ്റ്യൻ നോക്കാം, അതായത് 170 ക്വസ്റ്റ്യൻ നോക്കാം. മാത്സ് കോളം 1 and 2 ഇതിൽ ABCDH നോക്കാം അല്ലേ. സിമ്പിൾ. ഇത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആനിമൽസിന്റെ മാച്ച് ചെയ്യാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. സീ ഹെയർ, എന്തിനെയാണ് സീ ഹെയർ? കടൽ മുയൽ എന്ന് പറയുന്നത്. അപ്ലീസിയാണ് കടൽ മുയൽ എന്ന് നമ്മൾ പറയാം. 2 ആണ് വരേണ്ടത്, അപ്ലീസിയ. അടുത്തത് കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത് എന്താ? സേപ്പിയാണ് കണവ മത്സ്യം, കട്ടിൽ ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ 4 വരും. പിന്നെ സ്ക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? ലോലിഗോയിനെയാണ് സ്ക്വിഡ് എന്ന് പറയുക. അപ്പോൾ 1 വരണം.
പിന്നെ അതേപോലെ ടസ്ക് ഷെൽ, ആനയുടെ കൊമ്പ് പോലെ ഇരിക്കുന്ന എന്താണ്? ഡെന്റാലിയമാണ്. അപ്പോൾ 3 വരണം. 2, 4, 1, 3 ഓപ്ഷൻ വരണം. 2, 4, 1, 3, 1 is the right option. Question number 170, 1 is the right option. Question number 21, that is 171. Assertion reason question ആണ് നോക്കുക. അതായത് ടോർപിഡോ ആൻഡ് ട്രൈഗോൺ ബിലോങ് ടു ക്ലാസ് കോൺട്രിത്തായി. ശരിയല്ലേ? ടോർപിഡോ ആൻഡ് ട്രൈഗോൺ ഇത് രണ്ടും എന്താ? ഇലക്ട്രിക് റേ ആസ് വെൽ ആസ് ടോർപിഡോ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് റേ ആണ്. അതേപോലെ ട്രൈഗോൺ എന്ന് പറയുന്നത് സ്റ്റിംഗ് റേ ആണ്. രണ്ടും കോൺട്രിത്തൈസ് കാർട്ടിലേജിനസ് ഫിഷ് ആണ്. ഇൻ ടോർപിഡോ ആൻഡ് ട്രൈഗോൺ ഗിൽസ് ആർ കവേർഡ് ബൈ ഓപ്പർക്കുലം. തെറ്റാണ്. ഗിൽസ് കോൺട്രിത്തൈസിലെ ഗിൽസ് ആർ സെപ്പറേറ്റ് ആൻഡ് നോട്ട് കവേർഡ് ബൈ ഓപ്പർക്കുലം. ഓപ്പർക്കുലം ആബ്സെന്റ് എന്നാണ്, ഓപ്പർക്കുലം ഇല്ല എന്നാണ് പറയേണ്ടത്. ഇതിൽ ഓപ്പർക്കുലം ഉണ്ടെന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ പിന്നെ കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അസെർഷൻ ട്രൂ ആണ്, റീസൺ ഫോൾസ് ആണ്. സോ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 171, 21st question, 171, 3 is the right option. Assertion is right, but reason is false. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 22, 172. Statement: members of class Echinodermata possess calcareous exoskeleton. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയോ തെറ്റോ? അതായത് മെമ്പേഴ്സ് ഓഫ് ക്ലാസ് എക്കിനോഡെർമേറ്റ പൊസസ് കാൽക്കാരിയസ് എക്സോസ്കെൽട്ടൻ. അത് കാൽക്കാരിയസ് എക്സോസ്കെൽട്ടൻ അല്ല, കാൽക്കാരിയസ് എൻറ്റോസ്കെൽട്ടൻ ആണ്. അത് തെറ്റാണ്. പിന്നെ എക്സോസ്കെൽട്ടൻ ഓഫ് എക്കിനോഡെർമേറ്റാസ് റെപ്രസെന്റഡ് ബൈ കാൽക്കാരിയസ് പിക്യൂൾസ്. കാൽക്കാരിയസ് പിക്യൂൾസ് അല്ല, കാൽക്കാരിയസ് എന്താണ്? ഓസിക്കിൾസ് ആണ്. അപ്പോൾ ശരിക്കും സ്പിക്യൂൾസ് എന്ന് പറയുന്നത് പോരിഫറയുടെ സ്വഭാവമാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് രണ്ടും തെറ്റല്ലേ? അതായത് സ്റ്റേറ്റ്മെന്റ് 1ഉം തെറ്റാണ്, സ്റ്റേറ്റ്മെന്റ് 2ഉം തെറ്റാണ്. സോ ഓപ്ഷൻ എന്താ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ് ടു ദ റൈറ്റ് ഓപ്ഷൻ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 172 or 22. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇപ്പൊ രണ്ടും തെറ്റാണെന്നുള്ളതാണ് നമുക്ക് ഇതിൽ പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 23 നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കോർഡേറ്റ് ദാറ്റ് പൊസസ് നോട്ടോകോഡ് ഓൺലി ഇൻ ദ ലാർവൽ സ്റ്റേജ്? അപ്പോൾ നിങ്ങൾക്കറിയാം കോർഡേറ്റിനെ 3ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺ ദ ബേസിസ് വെൻ ആൻഡ് വേർ, എപ്പോൾ എവിടെ നോട്ടോകോഡ് എന്ന അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തത് യൂറോ കോർഡേറ്റിയാണ്. അവർക്ക് നോട്ടോകോഡ് ലാർവയിലേ ഉള്ളൂ, ലാർവയുടെ ടെയിലിലേ ഉള്ളൂ. അതാണ് ലാർവൽ ടെയിൽ. സെഫലോ കോർഡേറ്റിലോ നോട്ടോകോഡ് ത്രൂ ഔട്ട് ദ ലൈഫാണ്, ഫ്രം ഹെഡ് ടു ടെയിലാണ്. വെർട്ടിബ്രേറ്റിൽ നോട്ടോകോഡ് ഓൺലി ഇൻ ദ എംബ്രിയോണിക് സ്റ്റേജ് ആണ്. പിന്നീട് അത് റീപ്ലേസ് ചെയ്ത് വെർട്ടിബ്രൽ കോളമായി മാറും. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ഓൺലി ഇൻ ദ ലാർവൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതൊരു യൂറോ കോർഡേറ്റയാണ്. ലാർവ, യൂറോ മീൻസ് ടെയിൽ, അതാണ് യൂറോ കോർഡേറ്റ, ലാർവൽ ടെയിലാണ്. അപ്പോൾ ബ്രാങ്കിയോസ്റ്റോമ വരുമോ? ബ്രാങ്കിയോസ്റ്റോമ വരില്ല. ബ്രാങ്കിയോസ്റ്റോമ ദാറ്റ് ഈസ് ലാൻസലറ്റ് ഒരു സെഫലോ കോർഡേറ്റയാണ്. അത് ത്രൂ ഔട്ട് ദ ലൈഫാണ് ഉള്ളത്. മൈക്സിൻ വരും. മൈക്സിൻ വരില്ല. മൈക്സിൻ എന്താണ്? മൈക്സിൻ എന്ന് പറയുന്നത് ഒരു സൈക്ലോസ്റ്റൊമാറ്റയാണ്. പിന്നെ സ്കോളിയോഡോൺ ട്രൈഗോൺ ഇവരും വരൂല അല്ലേ? സ്കോളിയോഡോൺ ട്രൈഗോൺ ഒക്കെ എന്താണ്? പിസസിൽ വരുന്നതാണ്. ടെട്രാപോഡ നമ്മൾ തിരിച്ചു ഓർമ്മയുണ്ടോ? പിസസ് ആൻഡ് ടെട്രാപോഡ എന്നാക്കി രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടില്ല, നാത്തോസ്റ്റൊമാറ്റയെ. അതിൽ പിസസിൽ വരുന്നതാണ് സ്കോളിയോഡോണും ട്രൈഗണും. ബാക്കി ആംഫീബിയ, റെപ്റ്റൈലിയ, ബേർഡ്സ്, മെമൽസ് ടെട്രാപോഡയാണ്. ദെൻ ഡോളിയോളം സാൽപ്പ അത് വരും. ഡോളിയോളവും സാൽപ്പയും എന്തിൽ വരും? യൂറോ കോർഡേറ്റ. ബ്രാങ്കിയോസ്റ്റോമ സെഫലോ കോർഡേറ്റയാണ്, മറ്റേത് സൈക്ലോസ്റ്റൊമേറ്റ അഗ്നാത്തയാണ്. ഡോളിയോളം സാൽപ്പ വരും. സ്കോളിയോഡോണും ട്രൈഗണും എന്തിലാ വരുന്നത്? വെർട്ടിബ്രേറ്റിൽ വരുന്നതാണ്. ബെലനോഗ്ലോസസ് ആൻഡ് സാക്കോഗ്ലോസസ് വരുമോ? അത് എന്തിൽ വരുന്നതല്ല, കോർഡേറ്റ അല്ല, ദേ ആർ ഹെമി കോർഡേറ്റ. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ക്വസ്റ്റ്യൻ നമ്പർ 173, അതായത് 23, 173, 3 is the right option. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 എടുക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫൈലം ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് 2 ജനറൽ ക്യാരക്ടേഴ്സ്? 2 ക്യാരക്ടേഴ്സും കറക്റ്റ് ആവാതെ. ആർത്രോപോഡ ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ ഉണ്ട്, മെൽപീജിയൻ ട്യൂബ്യൂൾ ഉണ്ട്. രണ്ടും ശരിയാണ് അല്ലെ? ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ, മെൽപീജിയൻ ട്യൂബ്യൂൾ ഉണ്ട്. എക്കിനോഡെർമേറ്റ
വാട്ടർ വാസ്കുലാർ സിസ്റ്റവും ഉണ്ട്, എൻഡോസ്കെൽട്ടനും ഉണ്ട്. അത് രണ്ടും ശരിയാണ്. എൻഡോസ്കെൽട്ടൺ ഓഫ് കാൽക്കാരിയസ് ഓസിക്കിൾ. ഹെമികോർഡേറ്റ, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് സ്റ്റോമോകോഡ്. ഈ സ്റ്റോമോകോഡാണല്ലോ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ട് നോട്ടോകോഡാന്ന് വിചാരിച്ചിട്ട് കോർഡേറ്റിനെ കൂടെ ഇതിനെ ചേർത്തിരുന്ന ആദ്യം. ശരിയാണ്. മൊളസ്ക, ക്ലോസ്ഡ് സർക്കുലേഷൻ ആൻഡ് റാഡുല. ഇതിൽ ക്ലോസ്ഡ് സർക്കുലേഷൻ അല്ല. മെജോറിറ്റി മൊളസ്കയ്ക്കും എന്ത് സർക്കുലേഷനാണ്? ഓപ്പൺ സർക്കുലേഷൻ. അപ്പോൾ ഇത് തെറ്റാണ്. റാഡുല ശരിയാണ്. പക്ഷേ ഒന്ന് തെറ്റിപ്പോയി, ബാക്കി എല്ലാത്തിലും രണ്ടും ശരിയാണ്. അതുകൊണ്ട് തന്നെ ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 24, 174, 4 ഈസ് എ റൈറ്റ് ഓപ്ഷൻ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്, അതുകൊണ്ടാണ് 4th ഓപ്ഷൻ വന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 എടുക്കാം. പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ് ഇൻ. ഈ പെയർഡ് ഫിൻസും സ്കെയിൽസും ആബ്സെന്റ് ആണെന്ന് പറയുന്നത് ആരുടെയാണ്? ഫിഷിൽ പെയർഡ് ഫിൻസും ഉണ്ട്, സ്കെയിൽസും ഉണ്ട്. പക്ഷേ എന്താ നമ്മൾ ജോലെസ് വെർട്ടിബ്രേറ്റ എന്ന് പറയുന്ന അഗ്നാത്തയിലുള്ള സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്ന ക്ലാസ്സിന് എന്തില്ല? പെയർഡ് ഫിൻസും ഇല്ല, സ്കെയിൽസും ഇല്ല, സ്കെയിൽലെസ് ബോഡിയാണ്. അപ്പോൾ അത് ആരാണ്? അപ്പോൾ ശരിക്കും വരേണ്ടത് ഈ ഉത്തരം വരേണ്ടത് പെയർഡ് ഫിൻസ് ആൻഡ് സ്കെയിൽസ് ആർ ആബ്സെന്റ് ഇൻ സൈക്ലോസ്റ്റൊമാറ്റയാണ് വരേണ്ടത്. ആ സൈക്ലോസ്റ്റൊമേറ്റ എന്ന് പറയുന്നത് ഹെമിഡാക്ടൈലസ് ആൻഡ് ടെറോഫിലം വരുമോ? ഹെമിഡാക്ടൈലസ് എന്ന് പറയുന്നത് വാൾ ലിസാർഡാണ്, അതൊരു റെപ്റ്റൈലാണ്. അതുപോലെ ടെറോഫിലം ഫിഷാണ്, ഏഞ്ചൽ ഫിഷാണ്, അത് പിസസിൽ വരുന്നതാണ്, ബോണി ഫിഷസിൽ വരുന്നതാണ്, അത് വരില്ല. ടെറോഫിലം വരില്ല എന്ന് പറഞ്ഞു. എക്സോസീറ്റസും വരില്ല, അതും ബോണി ഫിഷാണ്, പിസസ് ആണ്. പെട്രോമൈസോൺ, മൈക്സിൻ വരും, അത് രണ്ടും സൈക്ലോസ്റ്റൊമേറ്റയാണ്. ബെറ്റ ആൻഡ് ടെറോഫിലം വരില്ല, ദേ ആർ ദ ഫിഷസ്. ബെറ്റ എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് ഫിഷാണ്, ടെറോഫിലം ഏഞ്ചൽ ഫിഷാണ്. ഇതൊക്കെ ഫിഷുകളിൽ വരുന്നതാണ്. അപ്പോൾ സൈക്ലോസ്റ്റൊമേറ്റയും ആ സൈക്ലോസ്റ്റൊമേറ്റയിലെ പെട്രോമൈസോണും ലാംപ്രേ, അതേപോലെ തന്നെ മൈക്സിൻ, ഹാഗ് ഫിഷ്, ഇത് രണ്ടുമാണ് സൈക്ലോസ്റ്റൊമേറ്റയിലുള്ളത്. അവർക്ക് 6 to 15 pairs ഓഫ് ഗിൽസ്ലിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരുടെ പെയർഡ് ഫിൻസ്, അതുപോലെ സ്കെയിൽസ് ആബ്സെൻ്റ് ആണ്. മൗത്ത്, സർക്കുലാർ മൗത്ത് ഉണ്ട്, വിതൗട്ട് ജോയ് ആണ്, അല്ലേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അനഡ്രോമസ് മൈഗ്രേഷൻ കാണിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സൈക്ലോസ്റ്റൊമേറ്റയുടെ പ്രത്യേകതയാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 175, 3 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഇനി അടുത്ത് നമുക്ക് 26 എടുക്കാം. അതായത് 176. ബേർഡ്സ് ആൻഡ് മാമൽസ് ഷെയർ വൺ ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്. ബേർഡ്സിനും മാമൽസിനും കോമൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഏതാണ്? എപ്പിഡെർമൽ ഹെയർസ് അല്ല, അത് മാമലിൻ്റെ ക്യാരക്ടറാണ്. വിവിപാരിറ്റി, അതും മാമലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ക്യാരക്ടറാണ്. പ്രസൻസ് ഓഫ് ഡയഫ്രം, അതും മാമലിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാമലും അതേപോലെ തന്നെ ബേർഡ്സും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്യാരക്ടർ ഹോമിയോതെർമിയാണ്, വാം ബ്ലഡഡ് നേച്ചറാണ്. അതായത് വാം ബ്ലഡഡ് ആണ് ബേർഡ്സ് ആൻഡ് മാമൽസ്. അതാണ് അവർ രണ്ടുപേരും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന പ്രോപ്പർട്ടി. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 176, 176, 4th ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. 177 എടുക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. അനലിഡ്സ് ആർ ട്രൂ സീലോമേറ്റ്. അനലിഡ്സ് ട്രൂ സീലോമേറ്റ് ആണ്, ശരിയാണ്. ട്രൂ സീലോമേറ്റ് തുടങ്ങുന്നത് അനലിഡ ടു കോർഡേറ്റ എന്ന 6 ഫൈലത്തിലാണ്. അനലിഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമേറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ, അത് 6. പോരിഫറൻസ് ആർ സ്യൂഡോസീലോമേറ്റ് അല്ല. പോരിഫറൻസ് എന്താണ്? എസീലോമേറ്റ് ആണ്. ദെൻ ആഷ്യൽമിന്തസ് ആർ എസീലോമേറ്റ് അല്ല, സ്യൂഡോസീലോമേറ്റ് ആണ്. പ്ലാറ്റിയൽ മിന്താർ സ്യൂഡോസീലോമേറ്റ് അല്ല, എസീലോമേറ്റ് ആണ്. ഇതൊക്കെ തിരിച്ചും മറിച്ചുമാണ് ഉള്ളത്. അപ്പോൾ എന്താ? ആകെ ചൂസ് ദ കറക്റ്റ് ആൻസർ. ഒന്ന് മാത്രമല്ലേ കറക്റ്റ് ഉള്ളൂ. സോ എ ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ 2 ആണ്. എ ഓൺലി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് എ ഓൺലി. ക്വസ്റ്റ്യൻ നമ്പർ 177, 2 is the right option. ക്വസ്റ്റ്യൻ നമ്പർ 178 or 28 ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 മാച്ച് ചെയ്യണം നമുക്ക്. അതായത് ഇതും നമുക്ക് ഇതേപോലെ എക്സാമ്പിൾ ബേസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. പ്ലൂറോബ്രാക്കിയ എന്താ? പ്ലൂറോബ്രാക്കിയ, ടീനോപ്ലാന പ്ലൂറോബ്രാക്കിയ എന്ന് പറയുന്നത് ഒരു ടീനോഫോറയാണ്. അപ്പോൾ സെക്കൻഡ് വരണം. റാഡുല എന്ന് പറഞ്ഞാൽ ആരുടെ പ്രത്യേകതയാ? മൊളസ്കയുടെ പ്രത്യേകതയാണ്.
അപ്പോൾ 1 വരണം. ഫീഡിംഗ് ഓർഗൻ ഓഫ് മൊളസ്കയാണ്. ദെൻ സ്റ്റോമോകോഡ്, ആരിലാണ് സ്റ്റോമോകോഡ്? ഒരു റുഡിമെൻ്ററി സ്ട്രക്ചർ ആരുടെയാണ്? ഹെമികോർഡേറ്റയുടെയാണ്. അപ്പോൾ 4 വരും. പിന്നെ എയർ ബ്ലാഡറോ സ്വിം ബ്ലാഡർ ബോണി ഫിഷസ് ഓസ്റ്റിത്തൈസിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് 3 എന്ന് വരണം. അപ്പോൾ ഏത് ഓപ്ഷനിൽ വരും? 2, 1, 4, 3 വരണം. 2, 1, 4, 3. 2 is the right option for question number 178. ഇനി question number 179, അതായത് 29th question നോക്കാം. The following are the statement about non-chordata. ഇതിൽ എത്രണ്ണം ശരിയുണ്ടെന്നാണ്? നോൺ കോർഡേറ്റയുടെ സ്വഭാവമാണ്. ഫാരിങ്സ് ഈസ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ്, അത് കോർഡേറ്റയുടെ സ്വഭാവമാണ്. നോൺ കോർഡേറ്റഡ്, ഇത് ചോദിച്ചിരിക്കുന്നത് നോൺ കോർഡേറ്റയാണ്. അത് ഫാരിങ്സ് പെർഫോറേറ്റഡ് ബൈ ഗിൽ സ്ലിറ്റ് എന്നുള്ളത് തെറ്റാണ്. കോർഡേറ്റ് ക്യാരക്ടറാണത്. 2, നോട്ടോകോഡ് ഈസ് ആബ്സെന്റ്, അത് ശരിയാണ്. കോർഡേറ്റിൽ നോട്ടോകോഡ് പ്രസന്റ് ആണ്, ഇതിൽ ആബ്സെന്റ് ആണ്. സെൻട്രൽ നെർവസ് സിസ്റ്റം ഈസ് ഡോർസൽ, അത് തെറ്റല്ലേ? സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ അല്ല. സെൻട്രൽ നെർവസ് സിസ്റ്റം ഡോർസൽ കോർഡേറ്റിൻ്റെയാണ്. നമുക്ക് നമ്മളുടെ ഡോർസൽ നെർവ് കോഡും വെൻട്രൽ ഹാർട്ടുമാണ്. ഇവരുടെ എന്താണ്? നെർവസ് സിസ്റ്റം വെൻട്രൽ ആണ്. ഹാർട്ട് ഉണ്ടെങ്കിൽ ഡോർസലാണ്. അടുത്ത പോയിന്റ് നോക്കൂ. ഹാർട്ട് ഈസ് ഡോർസൽ ഈഫ് പ്രസന്റ്, അത് ശരിയല്ലേ? പോസ്റ്റ് ആനൽ ടെയിൽ ആബ്സെന്റ്, അതും ശരിയാണ്. പോസ്റ്റ് ആനൽ ടെയിൽ ആരുടെ സ്വഭാവമാണ്? കോർഡേറ്റിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഇതിനകത്ത് എത്രണ്ണം ശരിയുണ്ട്? നമ്മൾ ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഇതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിരിക്കുന്നത് ഏതൊക്കെയാ? ബി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട്. BDE for question number 179, that is 3 is the right option. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 30th 180 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഓക്കെ, ഇവിടെയും നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ഇതും ചോദിച്ചിരിക്കുന്നത് ഒരു എക്സാമ്പിൾ ബേസ്ഡ് ആണ്. ടെറോഫിലം എന്താ? ടെറോഫിലം എന്ന് പറയുന്നത് ഏഞ്ചൽ ഫിഷ് ആണ്, 3 വരണം. മൈക്സീൻ എന്ന് പറഞ്ഞാൽ സൈക്ലോസ്റ്റൊമാറ്റ, അത് ഹാഗ് ഫിഷ് ആണ്, 1 വരണം. പിന്നെ പ്രിസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുണ്ട് കണ്ട അതൊക്കെ അറിയാം നിങ്ങൾക്ക്, സ്നൗട്ട് കണ്ടാൽ അറിയാം, അവിടെ വാള് പോലെ ഇരിക്കും, അതാണ് സോ ഫിഷ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കോൺട്രിത്തൈസ് ആണ്. എക്സോസീറ്റസിനെ നമ്മൾ ഫ്ലൈയിങ് ഫിഷ് എന്നാണ് പറയുക, അല്ലേ? അതൊരു ഓസ്റ്റിത്തൈസ് ആണ്. അപ്പോൾ എന്ത് വരണം? 3124 വരണം. 3124 എന്ന് പറയുന്നത് 3124 എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 180, 2 is the right option. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 181, 31 ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ട്രൂ അബൌട്ട് നീരിസ്, സ്കോർപിയോൺ, കോക്രോച്ച് ആൻഡ് ലോക്കസ്റ്റ്? ഇവർക്ക് കോമൺ ആയുള്ള ക്യാരക്ടേഴ്സ് എന്താണെന്നാണ് ചോദ്യം. നീരിസ് എന്താ? നീരിസ് ഒരു അനിലിഡയാണ്. സ്കോർപിയോൺ, കോക്രോച്ച്, ലോക്കസ്റ്റ് ഒക്കെ എന്തിൽ വരുന്നതാ? ഇവരൊക്കെ ആർത്രോപോഡയാണ്. അപ്പൊ എന്തായാലും ഒരേ ഫൈലം അല്ല. ദേ ആർ ബിലോങ് ടു സെയിം ഫൈലം, തെറ്റാണ്. നീരിസ് ബിലോങ് ടു അനലിഡ, others belong to scorpion, cockroach and locust. They belong to arthropoda. They all have jointed appendages. ഉണ്ടാവില്ല. എല്ലാം ആർത്രോപോഡയാണെങ്കിലേ ജോയിന്റ് അപ്പൻഡേജസ് ഉണ്ടാകാൻ പാടുള്ളൂ. ഇത് അനലിഡ ഉണ്ട് അതിനകത്ത്. ദേ ഓൾ പൊസസ് വെൻട്രൽ ഹാർട്ട്. നമ്മളുടെ ഹാർട്ടാണ് വെൻട്രൽ. നോൺ കോർഡേറ്റിന് ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഡോർസൽ ഹാർട്ടാണ്. ഓൾ പൊസസ് മെറ്റാമറിസം. ഇവർക്കൊക്കെ സെഗ്മെന്റേഷൻ ഉണ്ട്. നീരിസ് നിങ്ങൾക്കറിയാം, അനലിഡ, ആർത്രോപോഡ ആൻഡ് കോർഡേറ്റ, ദേ ആർ സെഗ്മെന്റഡ് അല്ലേ? അപ്പോൾ ദേ പൊസസ് സെഗ്മെന്റേഷൻ, മെറ്റാമറിസം എന്നുള്ളത് ശരിയാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 181, 4 is the right option. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഈസ് ട്രൂ ഫോർ ക്ലാസ് മമേലിയ? മാമൽസിനെ സംബന്ധിച്ചിടത്തോളം കറക്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓർണിത്തോറിംഗസ് ആൻഡ് മെക്രോപ്പസ് ആർ ഒവിപാരസ്. ഇത് തെറ്റല്ലടാ. അതായത് ഓർണിത്തോറിംഗസ് ഓക്കെയാണ്, പക്ഷേ മെക്രോപ്പസ്, കങ്കരു എന്ന് പറയുന്നത് ഒരു പൗച്ച്ഡ് മാമലാണ്. അപ്പം അത് ഓവിപാരസ് അല്ല. അപ്പം ഇവിടെ തെറ്റി. ബാറ്റ്സ് ഹാവ് ഫെദേഴ്സ്. ബാറ്റ് ഒരു പക്ഷിയല്ല, അതിന് ഫെദർ ഇല്ല. വിങ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നിൻ്റെ എക്സ്റ്റൻഷൻ ആണ്. ഫെദേഴ്സ്, ഫെദറി വിങ് അല്ല, തെറ്റാണ്. ഡൽഫിനസ് റെസ്പയർ ത്രൂ ഗിൽസ്. ഡോൾഫിൻ വെള്ളത്തിലാണെങ്കിലും അത് ഒരു ഫിഷ് അല്ല,
അതൊരു മാമലാണ്. അത് ലങ്സ് ഉപയോഗിച്ചിട്ടാണ് ശ്വസിക്കുന്നത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിന് പുറത്ത് വന്നിട്ട് അത് എയർ എടുത്ത് പോകുന്നത്. ഓക്കെ, അത് തെറ്റാണ്. മെമ്മറി ഗ്ലാൻസ് ആർ പ്രസന്റ് ഇൻ പ്ലാറ്റിപ്പസ്. മെമ്മറി ഗ്ലാൻസ് എല്ലാവരും ഉണ്ട്, അതാണ് ശരി. അപ്പോൾ നമ്മൾ ട്രൂ എന്ന് പറയുന്നത് 4 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 32 4 ഈസ് മാമൽസ് എന്ന് പറയണമെങ്കിൽ അതിന് പ്രസൻസ് ഓഫ് മെമ്മറി ഗ്ലാൻഡ് ഉണ്ടാവും. അതാണ്, അതുകൊണ്ട് നമ്മൾ അതിനെ മാമൽസ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നത്. ഓക്കെ, ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 32 ദാറ്റ് ഈസ് 182 4 ഈസ് എ റൈറ്റ് ഓപ്ഷൻ. 33 ഓർ 183 നോക്കാം. ഐഡന്റിഫൈ ദ ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ സ്റ്റേറ്റ് ഇടയ്ക്ക് നമുക്ക് വീണ് കിട്ടുന്ന ഒന്നാണ് ഈ ട്രൂ എന്ന് പറയുന്നത്. നോക്കാം. സെഫലോകോർഡേറ്റ് പൊസസ് നോട്ടോകോഡ് ഓൺലി ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്. സെഫലോകോർഡേറ്റിന്റെ നോട്ടോകോഡ് എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമല്ല. സെഫലോകോർഡേറ്റ് ട്രൂ കോർഡേറ്റ് ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ്, ത്രൂ ഔട്ട് ദ ബോഡിയാണ്. ലാർവൽ സ്റ്റേജിൽ മാത്രം, എംബ്രിയോണിക് സ്റ്റേജിൽ മാത്രമല്ല. എംബ്രിയോണിക് സ്റ്റേജിൽ കാണുന്നത് വെർട്ടിബ്രേറ്റിലാണ്. അത് പിന്നീട് നോട്ടോകോഡായിട്ട് മാറുന്നുണ്ട്. യൂറോ കോർഡേറ്റ് ലാർവൽ സ്റ്റേജ് അല്ല. യൂറോ കോർഡേറ്റയ്ക്ക് ലാർവയുണ്ട്. ആ ലാർവയുടെ ടെയിലാണ് നോട്ടോകോഡ് കാണുന്നത്. അതാണ് റിട്രോഗ്രസീവ് മെറ്റമോർഫോസിസ് എന്ന് പറയുക. ലാർവ മോർ അഡ്വാൻസ്ഡും അഡൽട്ട് ലെസ് അഡ്വാൻസ്ഡ്, അതാണ് റിട്രോഗ്രസീവ്. അല്ലെങ്കിൽ നമ്മളതിനെ പ്രോഗ്രസീവ് എന്നാ പറയാം. ലാർവ ലെസ് അഡ്വാൻസ്ഡും അഡൽട്ട് മോർ അഡ്വാൻസ്ഡും ആണെങ്കിൽ നമ്മൾ പ്രോഗ്രസീവ് മെറ്റമോർഫോസിസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ ലാർവ മോർ അഡ്വാൻസ്ഡ്, അതിന് നോട്ടോകോഡ് ഉണ്ട്, കോർഡേറ്റ് ക്യാരക്ടർ ഉണ്ട്. അഡൽട്ട് ആകുമ്പോൾ കോർഡേറ്റ് ക്യാരക്ടർ, അതാണ് റിട്രോഗ്രസീവ്. ഓക്കെ, സൈക്ലോസ്റ്റൊമേറ്റ മൈഗ്രേറ്റ് ഫ്രം സീ ടു റിവർ ഫോർ സ്പോണിങ്. മുട്ടയിടാൻ വേണ്ടിയിട്ട് സൈക്ലോസ്റ്റൊമേറ്റ്സ് ആർ മറൈൻ, അവർ മറൈനാണ്, പക്ഷെ അവർ ശുദ്ധജലത്തിലേക്ക് വരാറുണ്ട് അല്ലേ. ആനഡ്രോമസ് മൈഗ്രേഷൻ എന്ന് പറയും, അത് ശരിയാണ്. ഓസ്റ്റിത്തൈസ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ ആണോ? കോൺട്രിത്തൈസ് ആർ എക്സ്ക്ലൂസീവ്ലി മറൈൻ. ഓസ്റ്റിത്തൈസ് എന്ന് പറയുന്നത് എന്തുണ്ട്? മറൈനുമുണ്ട്, ഫ്രഷ് വാട്ടറുമുണ്ട്. അതുകൊണ്ട് അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ട്രൂ സ്റ്റേറ്റ്മെന്റ് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 183 3 is the right option. ഇനി 184 എടുത്ത് നോക്കാം. മാച്ച് കോളം 1 ആൻഡ് കോളം 2. അഗൈൻ മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ABCD നോക്കാം. എന്താ ഫ്ലൈയിങ് ഫോക്സ്? എന്തിനാണ് ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുക? ഇതെല്ലാം മാമൽസുമായി ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ആണ്. ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ ടെറോപ്പസ് ആണ്, ബാറ്റ്, വവ്വാൽ, ടെറോപ്പസ്. മങ്കി എന്ന് പറഞ്ഞാൽ മക്കാക്കയാണ്, D. ദെൻ ഡോഗ് എന്ന് പറഞ്ഞാൽ കാനിസ് ആണ്, A. ആൻഡ് ബ്ലൂ വെയിൽ ബെലിനോപ്റ്റെറ, B. ഫുൾ നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ട്? മാമൽസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ CDAB വരണം. CDAB എന്താ? CDB ഉണ്ട്, CDAB ഉണ്ട്. 4 is the right option for question number 184. ഓക്കെ, ഇനി 185 എടുത്ത് നോക്കാം. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയർ അല്ലെ, മിസ്മാച്ച്ഡ് ആണ്. സക്കിങ് ആൻഡ് സർക്കുലാർ മൗത്ത് സൈക്ലോസ്റ്റൊമേറ്റ. സർക്കുലാർ മൗത്ത് ആണ്, സക്കിങ് ടൈപ്പ് ഓഫ് മൗത്ത് ആണ്, വിത്തൗട്ട് ജോ, അത് ശരിയാണ്, സൈക്ലോസ്റ്റൊമേറ്റ. ലാക്ക് ഓഫ് സ്കെയിൽസ് ആൻഡ് നെക്ക് ആംഫീബിയ. ആംഫീബിയയുടെ ബോഡി സ്കെയിൽലെസ് ബോഡിയാണ്, നെക്ക് ആബ്സെന്റ് ആണ്, ബോഡീസ് ഡിവൈഡഡ് ഇൻ ഹെഡ് ആൻഡ് ട്രങ്ക് ആണ്. ക്ലോസ്ഡ് സർക്കുലേഷൻ ആൻഡ് നെഫ്രീഡിയ അനലിഡ. ക്ലോസ്ഡ് സർക്കുലേഷനുമാണ്. നെഫ്രീഡിയ ഇസ് ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് അനലിഡ. ഇത് മൂന്നും ശരിയാണ്. സ്പോഞ്ചോസീൽ ആൻഡ് നിഡോബ്ലാസ്റ്റ് നിഡേറിയ. സ്പോഞ്ചോസീൽ ആരുടെ ഇതാണ്? അത് ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റിയാണ് ഇവിടെ വേണ്ടത് നിഡേറിയയ്ക്ക്. പാരാഗാസ്ട്രിക് കാവിറ്റി എന്ന സ്പോഞ്ചോസീൽ എന്ന് പറയുന്നത് സ്പോഞ്ചസ് അഥവാ പോരിഫറയിലാണ്. ഗാസ്ട്രോവാസ്കുലാർ കാവിറ്റി ആൻഡ് നിഡോബ്ലാസ്റ്റ് ആണ് നിഡേറിയയിൽ വേണ്ടത്. സീലിൻഡ്രോൺ, അതുകൊണ്ടാണ് ഇത് സീലിൻഡ്രേറ്റ എന്ന് പറഞ്ഞത്. അപ്പോൾ മിസ്മാച്ച്ഡ് പെയർ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 185 4 is the right option. ഇതോടുകൂടെ സെക്ഷൻ A കഴിയുകയാണ്. സെക്ഷൻ എയിൽ വളരെ എളുപ്പത്തിൽ കുറേ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോവാം. അതിനകത്ത് നമുക്ക് 15 എണ്ണത്തിൽ 10 എണ്ണം എഴുതിയാൽ മതി, 5 എണ്ണം നമുക്ക് ഒഴിവാക്കാം. പക്ഷെ എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് പോരിഫറ? ഇതിൽ പോരിഫറയുടെ ക്യാരക്ടർ അല്ലാത്തതേത് എന്നാണ് ചോദ്യം. കൊയനോസൈറ്റ് എന്ന് പറയുന്നത് പോരിഫറയുടെ സ്വഭാവമാണ്. കനാൽ സിസ്റ്റം എന്ന് പറയുന്നത് പോരിഫറയുടെ സ്വഭാവമാണ്. എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ അല്ല, അവർക്ക് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് വേണ്ടത്, അത് തെറ്റാണ്. സ്പോഞ്ചോസീൽ ആൻഡ് ഓസ്റ്റിയ ഉണ്ട്. ഓസ്റ്റിയ ഇസ് ദ ഇൻഹലന്റ് പോർ, ആ കാവിറ്റിയുടെ പേരാണ് സ്പോഞ്ചോസീൽ.
പാരാഗാസ്ട്രിക് ക്യാവിറ്റി. അപ്പോൾ ഇത് 3 ശരിയാണ്. ഇതിൽ തെറ്റ് ഏതാണ്, അല്ലാത്തത് ഏതാണ്? 3 ആണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 186 3 is the right option. റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, റൈറ്റ് ഓപ്ഷൻ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ക്യാരക്ടർ എന്നാണ്, അതുകൊണ്ട് 3rd ഓപ്ഷൻ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 187 നോക്കാം നമുക്ക്. ഫൈൻഡ് ദ മിസ്മാച്ച്ഡ് പെയർ. അഗൈൻ മിസ്മാച്ച്ഡ് ആണ്. കോയനോസൈറ്റ്സ്, ഫുഡ് ഗാദറിംഗ്, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. യെസ്, കോയനോസൈറ്റ് കാണുന്നത് പോരിഫെറയിലാണ്. അത് ഫുഡ് ഗാദറിങ്ങിനും അതേപോലെ തന്നെ ഇൻട്രാസെല്ലുലാർ ഡൈജഷനുമാണ് ഉപയോഗിക്കുന്നത്. ശരിയാണ്. നെഫ്രീഡിയ, എസ്ക്രീഷന്റെ ഓസ്മോ റെഗുലേഷൻ ഓഫ് അനലിഡ. ശരിയാണ്. വാട്ടർ വാസ്കുലാർ സിസ്റ്റം, ലോക്കോമോഷൻ, എസ്ക്രീഷൻ അല്ല. അത് ഉപയോഗിക്കുന്നത് ലോക്കോമോഷൻ, ഫുഡ് ഗാദറിംഗ് ആൻഡ് റെസ്പിറേഷൻ ആണ്. എന്തുപയോഗിക്കുന്നത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടൊരു എക്സ്ക്രീറ്ററി ഓർഗാൻ ഇല്ല, നമുക്കറിയാം, എക്കിനോഡെർമേറ്റയിൽ. അതുകൊണ്ട് അവിടെ തെറ്റാണ്. അപ്പോൾ ബോത്ത് 1 and 3 വരില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ മിസ്മാച്ച്ഡ് പെയർ എന്ന് പറയുന്നത് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 187 3 is the right option. ഓക്കെ, ഇനി നമുക്ക് 188 എന്ന 38ലേക്ക് പോവാം. റീപ്രൊഡക്ഷൻ ലിവിംഗ് വേൾഡിലെ ക്വസ്റ്റ്യൻ ആണ്. റീപ്രൊഡക്ഷൻ കനോട്ട് ബി ആൻ ഇൻക്ലൂസീവ്ലി ഡിഫൈനിങ് പ്രോപ്പർട്ടി ഓഫ് ലിവിംഗ് ഓർഗാനിസം. എന്തുകൊണ്ടാണ് ഒരു ഡിഫൈനിങ് പ്രോപ്പർട്ടി എടുക്കാൻ പറ്റാത്തത് റീപ്രൊഡക്ഷൻ? നോൺ ലിവിങ് തിങ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ? അല്ല, എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ മ്യൂൾ, വർക്കർ ബി എന്നൊക്കെ പറഞ്ഞ് അല്ലേ, ഇൻഫെർട്ടൈൽ കപ്പിൾസ് ഒക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അവരൊന്നും റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതിന് അർത്ഥം എന്താ? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ലിവിങ് ഓർഗാനിസം ഡു നോട്ട് ഷോ ഗ്രോത്ത് ആയതുകൊണ്ടല്ല. മെനി ലിവിങ് ഓർഗാനിസം ഡു നോട്ട് റീപ്രൊഡ്യൂസ് ആണ്. നോൺ ലിവിങ് ഓൾസോ കേപ്പബിൾ ഓഫ് റീപ്രൊഡ്യൂസിങ്. തെറ്റാണ്. നോൺ ലിവിങ് തിങ് റീപ്രൊഡ്യൂസ് ചെയ്യാറില്ല. ഓൾ ലിവിങ് ഓർഗാനിസം സ്മോൾ പീരീഡ് ഓഫ് റീപ്രൊഡക്റ്റീവ് ഫേസ് കൊണ്ടല്ല. എന്തുകൊണ്ടാ? ശരിക്കും ഡിഫൈനിങ് പ്രോപ്പർട്ടി ആണെങ്കിൽ എല്ലാവരും റീപ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ എല്ലാ ലിവിങ് തിങ്ങും റീപ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് 2 എന്ന ഓപ്ഷൻ കൊടുക്കാം. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 188 2 is the right option. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് 189 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് പറയുന്നത്? ഓൾ പ്ലാന്റ്സ്, ആനിമൽ, ഫംഗസ് ആൻഡ് മൈക്രോ ഓർഗാനിസം എക്സിബിറ്റ് മെറ്റബോളിസം. ഇത് ശരിയല്ലേ? എല്ലാവരും മെറ്റബോളിസം കാണിക്കുന്നു. ലിവിങ് തിങ് ആണെങ്കിൽ അവർ മെറ്റബോളിസം കാണിക്കുന്നു. ഇന്ററാക്ഷൻ എമംഗ് ദ മോളിക്യൂൾ കമ്പോണന്റ് ഓഫ് ദ ഓർഗനൽ റിസൾട്ട് ദ പ്രോപ്പർട്ടീസ് ഓഫ് സെൽ ഓർഗനൽ. ഒരു സെൽ ഓർഗനലിന്റെ പ്രോപ്പർട്ടി അതിനുള്ള ആ കമ്പോണൻസിന്റെ ഇന്ററാക്ഷൻ വഴിയാണ്. അത്തരത്തിൽ ഇന്ററാക്ഷൻ വഴിയുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ എമർജന്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതാണ് ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്, ഹയർ ലെവലിലേക്ക് പോകുന്നത്. ദിസ് എസെൻഷ്യൽ. അടുത്ത ചോദ്യം, പ്രോപ്പർട്ടി, അടുത്ത പോയിന്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സെല്ലുലാർ ഓർഗനൽ ആർ പ്രസന്റ് ഇൻ ദ മോളിക്കുലാർ കോൺസ്റ്റുവന്റ് അല്ല. മോളിക്കുലാർ കോൺസ്റ്റുവന്റിനേക്കാൾ പ്രധാനം അവ തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണ്. എമർജന്റ് പ്രോപ്പർട്ടി ആവുന്നത് അങ്ങനെയാണ്, ഇന്ററാക്ഷൻ, അല്ലാതെ അതിന്റെ കമ്പോണന്റ് കൊണ്ടല്ല. ആ കമ്പോണന്റുകൾ തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണെന്നാണ്. ഓക്കെ, അപ്പൊ അത് തെറ്റാണ്. സെല്ലുലാർ ഓർഗനൈസേഷൻ ഈസ് ദ ഡിഫൈനിങ് പ്രോപ്പർട്ടി, അതും ശരിയാണ്. അപ്പോൾ നമ്മളോട് ഇൻകറക്റ്റാ ചോദിച്ചത്. ഇൻകറക്റ്റ് എന്ന് പറയുമ്പോൾ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 139 ഈസ് ദ 3rd ഓപ്ഷൻ ഈസ് ദ റൈറ്റ്, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് റൈറ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 40 മീൻസ് 190 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്? തെറ്റ് ഏതാണെന്നാണ്. സിസ്റ്റമാറ്റിക് ടേക്കൻ അക്കൗണ്ട് ഓഫ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. ശരിയല്ലേ? ജീവികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എന്നും കൂടി എടുക്കുന്നു അവരുടെ ഡൈവേഴ്സിറ്റി ആൻഡ് റിലേഷൻ, അതും ഫൈലോജെനറ്റിക് റിലേഷൻ, എവല്യൂഷണറി റിലേഷൻഷിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കൽ. ശരിയാണ്. ദ വേർഡ് സിസ്റ്റമാറ്റിക് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് സിസ്റ്റേമ. സിസ്റ്റേമ എന്ന വാക്കിൽ നിന്നാണ് സിസ്റ്റമാറ്റിക് എന്ന വാക്ക് വന്നത്. ഇത് ആദ്യമായിട്ട് കണ്ടത് സിസ്റ്റമ നാച്ചുറ എന്ന കാൾ ലിനിയസിന്റെ ബുക്കിലാണ്. അത് പറയാം. സിസ്റ്റമാറ്റിക് ഇൻക്ലൂഡ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് നോമൻക്ലേച്ചർ ബട്ട് നോട്ട് ക്ലാസിഫിക്കേഷൻ. അത് തെറ്റല്ലേ? ഐഡന്റിഫിക്കേഷനും നോമൻക്ലേച്ചറും ക്ലാസിഫിക്കേഷനും അതിനകത്തുണ്ട്. അത് ക്ലാസിഫിക്കേഷൻ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. The Latin word systema means systematic arrangement of organism. അതിലെ സിസ്റ്റമേ നാച്ചുറേ എന്ന ബുക്ക്. ഓക്കെ, അപ്പോൾ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ
190. 193 is the right option because wrong statement. Okay, question number 191. The incorrect statement from the following. Incorrect ആണ്. The highest category is kingdom. അത് ഇൻകറക്റ്റാ ചോദിച്ചിരിക്കുന്നത്. ഹയസ്റ്റ് കാറ്റഗറി ഈസ് കിങ്ഡം എന്നുള്ളത് ശരിയാണ്. ലോവസ്റ്റ് കാറ്റഗറി ഈസ് എ സ്പീഷീസ്, അതും ശരിയാണ്. ഹയസ്റ്റ് കിങ്ഡം, ഏറ്റവും ലോവസ്റ്റ് സ്പീഷീസ്. ലോവർ ദ ടാക്സ, മോർ ഓർ ദ ക്യാരക്ടേഴ്സ് മെമ്പേഴ്സ് വിതിൻ ദ ടാക്സ് ഓൺ ഷെയർ. എത്രത്തോളം താഴേക്ക് വരുന്നോ അവർക്കുള്ള സിമിലാരിറ്റി കൂടി വരികയാണ് ചെയ്യുന്നത്. ശരിയാണ്. ആൻ അഗ്രിഗേഷൻ ഓഫ് ജനറ ഫോം സ്പീഷീസ്, ഇത് തെറ്റല്ലേ? ആൻ അഗ്രിഗേഷൻ ഓഫ് സ്പീഷീസ് ഫോം ജനറ എന്നാ വേണ്ടത്. ഒരു കൂട്ടം സ്പീഷീസിൽ നിന്നാണ് ജനറ ഉണ്ടാകുന്നത്. കാരണം താഴെയുള്ളതിനേക്കാൾ അതിൻ്റെ ഒരു കൂട്ടമാണ് മുകളിലുള്ളത്. അപ്പോൾ സ്പീഷീസിന്റെ മുകളിലാണ് ജീനസ്. ഒരു കൂട്ടം ജീനസ് അല്ല സ്പീഷീസ്, ഒരു കൂട്ടം സ്പീഷീസുകളാണ് ജീനസ്. അപ്പോൾ ഇവിടെ ഇത് നേരെ തിരിച്ചിട്ടാണ് വേണ്ടത്. അഗ്രിഗേഷൻ ഓഫ് സ്പീഷീസ് ഫോം ജീനസ് ഓർ ജനറ എന്നാണ്. അത് തെറ്റാണ്. അപ്പോൾ ഇൻകറക്റ്റ് 191. 4 is the right option. Incorrect statement and a right option. ഇനി 192 എടുക്കാം നമുക്ക്. 192. Which of the following phyla is correctly matched with his two gender? Correctly matched ആണ്. രണ്ട് ക്യാരക്ടറും കറക്റ്റ് ആയിരിക്കണം. നോക്കാം. ആർത്രോപോഡ, ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഹെഡ്, തോറാക്സ് ആൻഡ് ആബ്ഡമൻ, അത് ശരിയാണ്. ആൻഡ് റെസ്പിറേഷൻ ബൈ ഫെദർ ഗിൽസ്, തെറ്റാണ്. ഫെദറി ഗിൽസ് വരുന്നത് അല്ലെ ആരിലാണ്? അത് വരുന്നത് മൊളസ്കയിലാണ്. മാൻറ്റിൽ കാവിറ്റിയിലേക്കാണ് ഫെദർ ലൈക്ക് ഗിൽസ് ഉപയോഗിച്ച് റെസ്പയർ ആൻഡ് എക്സ്ക്രീഷൻ നടത്തുന്നത് മൊളസ്കയാണ്. അപ്പോൾ അതിലൊരു സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി. കോർഡേറ്റ, നോട്ടോകോഡ് അറ്റ് ഏർലി സ്റ്റേജസ്. കോർഡേറ്റയിൽ നോട്ടോകോഡ് ഏർലി സ്റ്റേജസിൽ മാത്രമൊന്നും അല്ലല്ലോ. കോർഡേറ്റയിൽ എവിടെയാവാം? ഏർലി സ്റ്റേജസിലാവാം. ത്രൂ ഔട്ട് ദ ലൈഫ് സെഫലോകോർഡേറ്റ് ഉണ്ട്. വെർട്ടിബ്രേറ്റിലാണ് നമുക്ക് വേണമെങ്കിൽ എംബ്രിയോണിസ്റ്റ് എന്ന് പറയാം. പക്ഷേ സെഫലോകോർഡേറ്റിൽ ത്രൂ ഔട്ടാണ്, ഏർലി സ്റ്റേജിൽ മാത്രമല്ല. ആൻഡ് സെപ്പറേറ്റ് ആനൽ ആൻഡ് യൂറിനറി ഓപ്പണിംഗ് ടു ഔട്ട്സൈഡ്, അത് എല്ലാ കോർഡേറ്റിലും വേണമെന്നില്ല. കാരണം വെർട്ടിബ്രേറ്റിൽ തന്നെ ആംഫീബിയ, റെപ്റ്റൈലൊക്കെ ക്ലോയക്കൽ അപ്പേർച്ചർ ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. ഇനി എക്കിനോഡെർമേറ്റ, അഡൽട്ട് എക്കിനോഡെർമേറ്റ റേഡിയലി സിമെട്രിക്കൽ, അഡൽട്ട് റേഡിയലി സിമെട്രിക്കൽ ആണ്. ആൻഡ് മോസ്റ്റ്ലി എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. കാരണം ഒഫിയൂറ എന്ന് പറയുന്ന ബ്രിട്ടിൽ സ്റ്റാർ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടത്തുന്ന ഒരു ഇതാണ്. ചെറിയ എക്സംഷൻ ഉണ്ട്, അതുകൊണ്ട് മോസ്റ്റ്ലി എന്ന് പറയുന്നത്. മിക്കവാറും എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ, മോസ്റ്റ്ലി അല്ലെങ്കിൽ മെയിൻലി എന്ന വാക്കിന് അർത്ഥം അതാണ്. അത് ശരിയാണ്. ഈ മോസ്റ്റ്ലി എന്ന് പറയുന്നത് ചില ആൾക്കാർ എക്സംഷൻ ഉണ്ടാവും അപൂർവമായിട്ട്, അതാണ് ഒഫിയൂറന് ഉദാഹരണമാണ്. പിന്നെ മൊളസ്ക നോർമലി വിവി പാരസ് ആണോ? മൊളസ്ക വിവി പാരസ് അല്ല, ഒവി പാരസ്. ആൻഡ് ഡെവലപ്മെന്റ് ത്രൂ ലാർവൽ സ്റ്റേജ് ശരിയാണ്. പക്ഷേ ഇത് വിവി പാരസ് അല്ല, ഒവി പാരസ് ആണ്, എഗ് ലേയിങ് ആണ്. അപ്പോൾ ഇതിലൊക്കെ തെറ്റുകളുണ്ട്. പക്ഷേ ഇതിൽ ശരിയായിട്ടുള്ളത് 3 മാത്രമാണ്. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 192, 3 is the right option. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 193 എടുക്കാം. മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണല്ലോ. ABCDE ഉണ്ട്, ABCDE വരെയുണ്ട്. നോക്കാം. പോരിഫറയുടെ സ്വഭാവം എന്താ? കനാൽ സിസ്റ്റം തന്നെയാണ്. 1 കൊടുക്കാം. കനാൽ സിസ്റ്റം, പോരിഫറയ്ക്ക് കനാൽ സിസ്റ്റം. ഓക്കെ. ആഷി ഹെൽമിന്തസിന്റെ സ്വഭാവം എന്താ? ആഷി ഹെൽമിന്തസിന് മസ്കുലാർ ഫാരിങ്സ് അല്ലെ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് മസ്കുലാർ ഫാരിങ്സ്. പിന്നെ അനിലിഡയ്ക്ക് മൂന്നാമത് അനിലിഡ മെറ്റാമറിക് സെഗ്മെന്റേഷൻ. ദെൻ ആർത്രോപോഡ ജോയിന്റഡ് അപ്പൻഡേജസ് 4 വരും അല്ലേ. പിന്നെ എക്കിനോഡെർമേറ്റ വാട്ടർ വാസ്കുലാർ സിസ്റ്റം വരും. അപ്പം 13542 വരണം. 13542 എന്ന് പറഞ്ഞാൽ ഏതാ? 13542, 3 is the right option here. 3 ആണ് റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 193, 3 is the right option. Okay, 13542. Okay, അപ്പം 43, 193, 3 is the right option. ഇനി അടുത്തത് 44, 194 question. How many of the following have open circulatory system ആണ്? ഇതിൽ എത്ര എണ്ണത്തിന് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കേണ്ടത് ആർത്രോപോഡ, മൊളുസ്ക, ഹെമികോർഡേറ്റയാണ്.
മൊളസ്കോയിൽ ചില എക്സംഷൻ ഉണ്ടെങ്കിലും NCERT അത് മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എർത്ത് വേം വരൂല. എർത്ത് വേം ഒരു അനലിഡയാണ്, ക്ലോസ്ഡ് സർക്കുലേഷനാണ്. നീരിസ് വരൂല, അതൊരു അനലിഡയാണ്, ക്ലോസ് സർക്കുലേഷനാണ്. മൊസ്കിറ്റോ വരും, അത് ആർത്രോപോഡയാണ്. ഹണിബി വരും, അത് ആർത്രോപോഡയാണ്. ബലനോഗ്ലോസസ് വരും, അത് ഹെമികോർഡേറ്റയാണ്. പൈല വരും, അത് മൊളസ്കയാണ്. പക്ഷേ ടെറോഫിലവും ക്ലാരിയസും വരില്ല. ടെറോഫിലം ആൻഡ് ക്ലാരിയസ് അത് എന്തിൽ വരും? ദേ ആർ ബിലോങ് ടു കോർഡേറ്റ, അല്ലേ? ഇവർ രണ്ടുപേരും ഫിഷുകളാണ്. അപ്പം അതുകൊണ്ട് അത് രണ്ടും വരില്ല. അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം? 4. സോ ക്വസ്റ്റ്യൻ നമ്പർ 194, 2 is the right option. 4 organism possess open circulatory system. Okay, 2 is the right option for 44. Any question number 45 എടുക്കാം. 195. Read the given features. ഇത് നോക്കണം നമുക്ക്. പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് ഉണ്ട്, അത് കേട്ടാൽ അറിയാം നിഡേറിയാണ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഉണ്ട്, അപ്പോൾ എല്ലാ നിഡേറിയും വരൂല, ഒബീലിയ വരും, നമുക്കറിയാം. അതായത് പോളിപ്പ് ആൻഡ് മെഡൂസ ഓൾട്ടർനേറ്റ് വിത്ത് ഈച്ച് അതറാണ്. എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഉണ്ട്, അത് നിഡേറിയുടെ പ്രോപ്പർട്ടിയാണ്. പ്രസൻസ് ഓഫ് നിഡോബ്ലാസ്റ്റും പിന്നെ എക്സ്ട്രാ സെല്ലുലാർ ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത് ആരുടെ പ്രോപ്പർട്ടിയാണ്? നിഡേറിയ. പക്ഷേ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എല്ലാ നിഡേറിയയിലും ഇല്ല. പോളിപ്പ് മെഡൂസയായി മാറുന്ന മെറ്റാജനസിസ് എന്ന് പറയുന്നത് കാണിക്കുന്ന അപൂർവം നിഡേറിയാണ്. അതിൽ ഉദാഹരണമാണ് ഒബീലിയ. ഹൈഡ്രയും അഡാംസിയും നിഡേറിയാണെങ്കിലും അവർക്ക് ഹൈഡ്രയും അഡാംസിയും പോളിപ്പ് ഫോം മാത്രമാണ്, അവർ മെറ്റാജനസിസ് കാണിക്കുന്നില്ല. അതുകൊണ്ട് ബോത്ത് 1 and 3 എന്നുള്ള ഉത്തരം വരില്ല. ഒബീലിയ is the right answer here for question number 195. 2 is the right option. ഒബീലിയ. ഓക്കെ, എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 46, 196 ക്വസ്റ്റ്യൻ എടുക്കാം. ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് മാച്ച് ഫ്രം ദ ഗിവൺ ബിലോ. ജെല്ലി ഫിഷ് ഒറിലിയ. ജെല്ലി ഫിഷാണ് ഒറിലിയ, അത് നിഡേറിയാണ്, ശരിയാണ്. അഡാംസിയ സി ആനിമോൺ നിഡേറിയാണ്. ലോക്കസ്റ്റ് ലാക്ക് ഇൻസെക്റ്റ് അല്ല, ആർത്രോപോഡയാണ്. പക്ഷേ ലോക്കസ്റ്റ എന്ന് പറയുന്നത് എന്താ? ഗ്രിഗേറിയസ് പെസ്റ്റിൽ വരുന്നതാണ് ലോക്കസ്റ്റ, അല്ലേ? ലാക്കിഫർ ലാക്കയാണ് ലാക്ക് ഇൻസെക്റ്റ്, അത് തെറ്റാണ്. പിന്നെ ടെറോപ്പസ് ഫ്ലൈയിങ് ഫോക്സ് ആണ്, ബാറ്റാണ്, അത് കോർഡേറ്റ ആണ്, ശരിയാണ്. അപ്പോൾ ഇതിൽ ഇൻകറക്റ്റ് ചോദിച്ചാൽ 3 വരും. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 46, 196, 3 is the right option. ഇനി 197 എടുത്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ആൻ ആനിമൽ വിത്ത് ദ ഫോളോയിങ് ബോഡി വാൾ ഓർ ഓർഗനൈസേഷൻ വിൽ നോട്ട് ഹാവ് എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് എക്ടോഡേം ഉണ്ട്, എൻറ്റോഡേം ഉണ്ട്, മീസോഡേം ഉണ്ട്. അപ്പോൾ ഇത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 ഉണ്ടെങ്കിൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആയ ഒരു ഓർഗാനിസമാണിത്. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം, മനസ്സിലാവില്ല നിങ്ങൾക്കിത്. ഇതൊരു ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആണ്. ബിക്കോസ് എക്ടോഡേം ഉണ്ട്, ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻറ്റോഡേം, മിഡിൽ മീസോഡേം. പിന്നെ ഇവരിൽ ഈ പറഞ്ഞ ഇതിൽ ആരൊക്കെ വരാം? ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസം ആവുമ്പോൾ അതിൽ ആരൊക്കെ വരാം? അത് പ്ലാറ്റിഹെൽമിന്തസ് മുതൽ അങ്ങോട്ട് എല്ലാവരും വരാം, അല്ലേ? ഗട്ട് ഉണ്ട്, എൻറ്റോഡേം, എക്ടോഡേം, മീസോഡേം ഉണ്ട്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഹുക്സ് ആൻഡ് സക്കേഴ്സ് വന്നൂടെ? കാരണം പ്ലാറ്റിഹെൽമിന്തസും കൂടെ ഇൻക്ലൂഡഡ് ആണ് ഇവരിൽ. പ്ലാറ്റിഹെൽമിന്തസ് മുതൽ ആര് വരെയുണ്ട്? കോർഡേറ്റ് വരെയുള്ള ഫൈലം ഇതിനകത്തുണ്ട്. അപ്പോൾ ഹുക്സും സക്കേഴ്സും പ്ലാറ്റിഹെൽമിന്തസിൽ വരാം. 3 ജേം ലെയേഴ്സ് ഉള്ളതുകൊണ്ടാണല്ലോ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബൈലാട്രൽ സിമെട്രിയും വന്നൂടെ? കാരണം പ്ലാറ്റിഹെൽമിന്തസിന് ബൈലാട്രൽ സിമെട്രി ഉണ്ട്, ട്രിപ്ലോബ്ലാസ്റ്റിക്കുമാണ്, ഹുക്സും സക്കേഴ്സും ഒക്കെ ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഇവിടെ വരാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ബാക്കിയുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ടെങ്കിലും ഈ ഒരു ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ പെടുന്ന ആളാണ് പ്ലാറ്റിഹെൽമിന്തസ്. അവർ എന്താണ്? കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വിത്ത് സിംഗിൾ ഓപ്പണിംഗ് ആണ്. അതുകൊണ്ട് ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നമ്മളിവിടെ എടുക്കുന്ന എല്ലാവരും എടുക്കുമ്പം പ്ലാറ്റിഹെൽമിന്തസും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഉത്തരം വരിക. പ്ലാറ്റിഹെൽമിന്തസ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റമാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിരിക്കാം, പക്ഷേ പ്ലാറ്റിഹെൽമിന്തസും ട്രിപ്ലോബ്ലാസ്റ്റിക് അല്ലേ, അവർക്ക് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം വരൂല. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ
വിൽ നോട്ട് ഹാവ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് കംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം. ബാക്കിയുള്ള ആൾക്കാർക്കല്ല പറയുന്നത്, ഇതിൽ പ്ലാറ്റിഹെൽമിന്തസിനും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഡൈജസ്റ്റ് സിസ്റ്റം വരാൻ പാടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 47 197 4 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി നമുക്ക് 198 അതായത് 48 വാട്ട് ഈസ് നോട്ട് ട്രൂ ഫോർ മൊളസ്ക. മൊളസ്കയിൽ തെറ്റ് ഏതെന്നാണ് ചോദ്യം. ബോഡി ഈസ് സെഗ്മെന്റ്, ഇത് കേട്ടും തന്നെ തെറ്റായിപ്പോയി. അൺസെഗ്മെന്റഡ് ബോഡിയാണ് മൊളസ്ക. വിത്ത് ഹെഡ്, വിസറൽ ഹംപ് ആൻഡ് ഫൂട്ട് ശരിയാണ്. റാസ്പിംഗ് ഓർഗാൻ ലൈക്ക് റാഡുല, ഫീഡിംഗ് ഓർഗാൻ ശരിയാണ്. മാൻഡിൽ കാവിറ്റി ബിറ്റ്വീൻ മാൻഡിൽ ആൻഡ് വിസറൽ ഹംപ് ശരിയാണ്. ഫെദർ ലൈക്ക് ഗിൽസ് ഫോർ റെസ്പിറേഷൻ എക്സ്ക്രീഷൻ ശരിയാണ്. ഇതിൽ തെറ്റുള്ളത് എന്തുമാത്രം അൺസെഗ്മെന്റഡ് ബോഡിയാണ്. ഇതിന്റെ ബോഡി സെഗ്മെന്റഡ് അല്ല. സെഗ്മെന്റഡ് ആയത് അനലിഡയും ആർത്രോപോഡയും കോർഡേറ്റയുമാണ്. അപ്പോൾ ബോഡി എന്താ വരും, നമ്മൾ സെഗ്മെന്റഡ് എന്ന് പറയുന്നത് ഇതിൽ എന്താണ്, തെറ്റാണ്. അതുകൊണ്ട് നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ 1 വരും. ഫോർ ക്വസ്റ്റ്യൻ നമ്പർ 198 അതായത് 48 ക്വസ്റ്റ്യൻ 1 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ ബിക്കോസ് not correct statement is not correct. Okay, 198 1 is the right. And 199 അല്ലേ, മാച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം, ABCD എന്തൊക്കെയാ നോക്കൂ. എ എന്ന് പറഞ്ഞാൽ കോംബ് പ്ലേറ്റ്. കോംബ് പ്ലേറ്റ് ഫോർ ലോക്കോമോഷൻ ആരുടെ സ്വഭാവമാണ്? അത് ടീനോഫോറയുടെ സ്വഭാവമാണ്. അപ്പോൾ 3 കിട്ടി. അടുത്തത് ഓപ്പർക്കുളം. ഓപ്പർക്കുളം പ്രസന്റ് എന്ന് പറയുന്നത് ഈ ഗിൽ കവർ, ചെകിളമൂടി, ഗിൽ കവർ പ്രസന്റ് എന്ന് പറയുന്നത് ഓസ്റ്റിത്തൈസിന്റെ സ്വഭാവമാണ്. ബോണി ഫിഷസ്, അപ്പൊ 4 വന്നു. ക്വയനോസൈറ്റ് എന്ന് പറയുന്നത് ആരുടെയാ? പോരിഫറുടെയാണ്, അപ്പോൾ 1 വന്നു. ഗിൽ സ്ലിറ്റ് സെപ്പറേറ്റ് എന്ന് പറയുന്നത് ആരുടെയാ? അത് കോൺട്രിത്തൈസിന്റെയാണ്, അതുകൊണ്ട് നമ്മൾ 2 വന്നു. അപ്പം 3 4 1 2 എന്ന ഓപ്ഷൻ വരണം. 3 4 1 2 ഓപ്ഷൻ 2 അല്ലേ? 3 4 1 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 199 2 is the right option. അപ്പോൾ നമുക്ക് ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് 200th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. കറക്റ്റ്ലി മാച്ച്ഡ് പെയർ ആണ് ചോദിച്ചത്. ഓക്കെ, മെക്രോപ്പസ് ആപ്റ്റിനോഡൈസ് നിയോഫ്രോൺ, ബോഡി കവേർഡ് ബൈ എപ്പിഡെർമൽ ഫെതേഴ്സ് ആൻഡ് ഹോമിയോതെർമി. ഹോമിയോതെർമിയാണ്, പക്ഷേ എപ്പിഡെർമൽ ഫെതേഴ്സ് ഇവരിൽ എല്ലാവരും ഉണ്ടോ? മെക്രോപ്പസ് ആരാ? കങ്കാരു ആണ്, അപ്പോൾ അവർക്കില്ല. ആപ്റ്റിനോഡൈസ് പെൻഗിനും നിയോഫ്രോൺ വൾച്ചറിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അത് തെറ്റി. കലോട്ടസ് ഹെമിഡക്ടൈലസ് ബംഗാരസ്. കലോട്ടസ് നിങ്ങൾക്കറിയാം, ഗാർഡൻ ലിസാർഡ്, ഹെമിഡക്ടൈലസ് വാൾ ലിസാർഡ്, ബംഗാരസ് എന്ന് പറഞ്ഞ ക്രേറ്റ് എന്ന പാമ്പ്. ഇവരൊക്കെ ഷെഡർ സ്കെയിൽസ് ആർ സ്കിൻ കാസ്റ്റ് ആൻഡ് ഹെട്രോഡോൺ ഡെന്റീഷൻ, തെറ്റാണ്. അടുത്തത് ടെറോപ്പസ് ബാറ്റ്, ഫ്ലൈയിങ് ഫോക്സ്, ബെലനോപ്റ്റിറ ബ്ലൂ വെയിൽ, സ്കോളിയോഡോൺ ഷാർക്ക്, വിവിപാരിറ്റി ആൻഡ് സ്കെയിൽലെസ് സ്കിൻ ആണോ? ഇവർക്ക് സ്കോളിയോഡോൺ ഒക്കെ സ്കിന്നിന് സ്കെയിൽസ് ഉണ്ട്. ടെറോപ്പസ് എന്ന് പറയുന്നത് എന്താണ്? ബാറ്റാണ്, പക്ഷെ ഇവർക്ക് സ്കെയിൽലെസ് സ്കിൻ എന്ന് പറയുന്നത് സ്കോളിയോഡോൺ സ്കെയിലുണ്ട്. ഓക്കെ, അപ്പം അത് തെറ്റി. കീലോൺ, ഹൈല, ഇത്തിയോഫിസ്, ക്ലോയക്കൽ അപ്പേച്ചർ ആൻഡ് ഒവിപാരിറ്റി, അത് ശരിയല്ലേ? അത് കീലോൺ ടർട്ടില്, ഹൈല ട്രീ ഫ്രോഗ്, ഇത്തിയോഫിസ് ഇസ് എൻ ലിംബ്ലെസ് ആംഫീബിയൻ. ക്ലോയൊക്കെ ഉണ്ട്, കാരണം ഇവർക്ക് റെപ്റ്റൈൽസും അതുപോലെ ആംഫീബിയാണ്, ക്ലോയക്കൽ അപ്പേച്ചറും ഉണ്ട്. രണ്ടുപേരും ഒവിപാരസ് ആണ്, എഗ് ലേയിങ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 204 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. നമ്മൾ കറക്റ്റ്ലി മാച്ച്ഡാ ചോദിച്ചത്, അപ്പം എല്ലാം ശരിയായത് ഏതാണ്? 4 ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 204 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ നമ്മളിപ്പോൾ ലിവിങ് വേൾഡ് ആനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതും അല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതിയതും. ചില ആൾക്കാർക്ക് ഇതിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഉള്ള ആൾക്കാരത് നിലനിർത്തുക. മാർക്ക് കുറഞ്ഞ ആൾക്കാർ ടെൻഷൻ അടിക്കരുത്. അവരെന്ത് ചെയ്യണം? അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് വാങ്ങാൻ എവിടെ നിങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കുകയും ആ തെറ്റുകൾ തിരുത്തുകയും അത് വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കല്ല വേണ്ടത്. ഇപ്പോൾ മാർക്ക് കുറഞ്ഞു പോയാൽ ടെൻഷൻ അടിക്കേണ്ട. ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്ക് ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.